IFPHന്റെ 1454 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മളുടെ ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ്. ഡോക്ടർ ഇതിനോടകം പല ക്ലാസ്സുകളും നമുക്ക് എടുത്തിട്ടുണ്ട്. ഡോക്ടർ എറണാകുളത്ത് കടവന്ത്രയിലും ഇടപ്പള്ളിയിലുമായി ഹോമിയോപ്പതി ക്ലിനിക്കിൽ ചീഫ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായി വിവിധ വേദികളിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഡോക്ടറാണ്. 31 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. ആർത്തവ വിരാമവും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിന് 3-ാം ഭാഗമാണ് ഇന്ന് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് ഡോക്ടർ പ്രീത എം ഉണ്ണിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർക്ക് തുടങ്ങാം. താങ്ക് യു ഡോക്ടർ. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമസ്കാരം. ഇന്ന് 3-ാമത്തെ സെഷനാണ്. 2 സെഷനിലും നമ്മള് ഇത് മെനപ്പോസിനെ കുറിച്ച്, അതായത് ആർത്തവ വിരാമത്തിലെ ഓരോ ലേഡീസിനും വരുന്ന സിംറ്റംസ്, അത് സെക്കൻഡറി സിംറ്റംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡറി സിംറ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ആങ്സൈറ്റി, ചേഞ്ച് ഇൻ മൂഡ്, ചേഞ്ചസ് ഇൻ സ്കിന്ന്, ഹോട്ട് ഫ്ലഷസ്, ജോയിന്റ് സ്റ്റിഫ്നെസ്, ലോസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഡിഫിക്കൾട്ട് സ്ലീപ്പ്, ഡിസ്കംഫർട്ട് ഡ്യൂറിങ് സെക്ഷൽ കോണ്ടാക്ട്, ലോസ് ഓഫ് ലിബിഡോ, പാൽപിറ്റേഷൻ, മെമ്മറി ലോസ്, റെക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സ്ട്രെസ്, ടിനിറ്റസ്, ഹെഡേക്ക് ഓർ മൈഗ്രെയിൻ, ഹെയർ ലോസ് ഓർ തിന്നിങ്. ഈ കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആയിട്ട് വരുന്ന സിംറ്റംസ് ആണ്. പ്രൈമറി ആയിട്ട് വരുന്ന സിംറ്റംസ് മെട്രേജിയ ആൻഡ് മെൻറേജിയ, ഡിസ്മെനോറിയ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് തന്നെയാണ്. അതില് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൈമറി സിംറ്റംസ് ആയ മെട്രേജിയയും മെൻറേജിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസ്കഷൻ ക്ലാസ് തന്നെ ആയിരിക്കും. ഒരുപാട് ഡോക്ടേഴ്സിനും ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം ഈ ഒരു മെനപ്പോസൽ ലേഡീസിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ആ അറിവുകളും കൂടി ഇതിൻ്റെ അകത്ത് പങ്കുവെക്കണമെന്ന് തീർച്ചയായിട്ടും ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് കിട്ടിയ കുറച്ച് മെനപ്പോസൽ പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവരുടെ സിംറ്റംസും അവരുടെ രോഗകാര്യങ്ങളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെഡിസിൻസ് നമുക്കത് തള്ളിക്കളയാനേ പറ്റത്തില്ല. അത് എല്ലാ സിംറ്റംസും കിട്ടിയില്ലെങ്കിൽ തന്നെ കൊടുക്കാൻ പറ്റിയ 2 മെഡിസിനാണ്. ഒന്ന് സെപ്പിയ, രണ്ടാമത് ലാക്കസിസ് എന്ന് പറയുന്നത്. അപ്പം ലാക്കസിസിനെ കുറിച്ച് ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയുകയാണ്. ലാക്കസിസിന്റെ ബ്ലീഡിങ്ങിനെ കുറിച്ച് കൂടുതലും അമിനോറിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, ഈ പേഷ്യൻസ് വരുമ്പോൾ തന്നെ അവർ പറയും 2-3 months ആയിട്ട് അവർക്ക് പീരീഡ്സ് ഇല്ല. ആ പീരീഡ്സ് എന്ന് മുതലാണോ ആബ്സെൻസ് ഓഫ് പീരീഡ്സ് ഉണ്ടാകുന്നത്, ആ സമയം മുതലാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് ആ സെക്കൻഡറി സിംറ്റത്തിൽ പറഞ്ഞ പലവിധ ബുദ്ധിമുട്ടുകളും അവരിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെവിയുടെ ഇൻഫെക്ഷൻ ആയിരിക്കും, ചെവിക്ക് പെയിന്, ചെവിക്ക് ഇച്ചിങ്. ഇത് ഈ ലാക്കസിസ് പേഷ്യൻസിന്റെ, അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് വരിക, ഇതൊക്കെ ഇവര് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവർക്ക് ഉള്ളത്, അതുപോലെ തന്നെ പീരീഡ്സ് വന്നാൽ തന്നെ അതങ്ങ് നോർമലായിട്ട് പോകുമെന്നുള്ളതല്ലാതെ ഇവരിലെ ഒരു ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മെൻറേജിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. അമിനോറിയാണ്. 2-3 months പീരീഡ്സ് ആയിട്ടില്ല, അതിനോട് തുടർന്ന് എന്ന് നിന്നോ ഈ ബ്ലീഡിങ് പീരീഡ്സ്, അപ്പം മുതലുണ്ടാകുന്ന കംപ്ലൈൻസുമാണ് അവർ കൂടുതലും പറയുന്നത്. ആദ്യം തന്നെ അവരുടെ ഏജ് കൊണ്ടും അവരുടെ ആ കംപ്ലൈനിങ് സിംറ്റംസിന്റെ കംപ്ലൈൻറ്റ്സ് അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും ലാക്കസിസ് തന്നെയാണ് ഇവർ. തന്നെയല്ല, ആ വേർഡിൽ തന്നെ, അതായത് സുരുക്കുക്കു എന്ന് പറയുന്ന ഒരു സ്നേക്കിന്റെ പോയിസണിൽ നിന്നാണ് ഈ ഒരു മെഡിസിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പൊ ആ സ്നേക്കിന്റെ നേച്ചർ തന്നെ, അതായത് അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ സ്നേക്ക് എങ്ങനെയാണെന്നല്ലോ, ക്വിക്കാണ് ആക്ഷൻ. നമുക്കറിയാം എന്തെങ്കിലും ഇഷ്ടപ്പെടാഴിക എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ടും വളരെ അറോഗന്റ് ആയിട്ട് അവർ സംസാരിച്ച് കളയും. എന്നാൽ അവരോട് ചേർന്ന് സംസാരിക്കുന്നതെങ്കിൽ മൈൽഡായിട്ട് തന്നെ പോവുകയും ചെയ്യും. അത് ലാക്കസിസിന് കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. ഇവരില് നമ്മൾ കൂടുതലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു, ഈ മെന്റൽ കംപ്ലൈൻറ്റ്സ് എടുക്കുന്നത് പോലെ തന്നെയാണ് മെന്റൽ പേഷ്യന്റിനെ നമ്മൾ എപ്പോഴും അവരുടെ കംപ്ലൈൻറ്റ്സ്, അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തില് കൂടെ വരുന്ന ആൾക്കാർ, ബൈസ്റ്റാൻഡേഴ്സിനോടും റിലേറ്റീവ്സിനോടും നമ്മൾ ഇവരുടെ കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വ്യക്തമായിട്ട് എങ്ങനെ വേണം ഇവരോട് പെരുമാറേണ്ടത് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ സപ്പോർട്ടും കൂടി ഇല്ലാതെ മെന്റൽ കംപ്ലൈൻറ്റ്സ് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് പലപ്പോഴും പറഞ്ഞാൽ മനസ്സിലാകാഴികയുണ്ടല്ലോ മെന്റൽ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ തന്നെ. അപ്പൊ കൂടെ നിൽക്കുന്നവർ വേണം അത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മെനപ്പോസൽ ലേഡീസിന്റെ കേസും. അവർക്ക് അതുവരെ ഇല്ലാത്ത ഒരു കംപ്ലൈന്റ് ആഫ്റ്റർ 45, ചിലർക്ക് 40 ആകാം, വേരിയേഷൻ ഒരുപാടുണ്ട്. എന്നാലും മോസ്റ്റ്ലി 45 ആൻഡ് 55 എന്ന് പറയുന്ന ആ ഏജ് ഗ്രൂപ്പിൽ ഇവരിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് വീട്ടിലുള്ളവരും അവരോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും വേണം അതിനവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ. പല ലേഡീസിലും, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 60% ലേഡീസിലും വളരെ പ്രകടമായിട്ട് തന്നെ എല്ലാ സിംറ്റംസും അവർക്ക് വെളിയിലോട്ട് കാണിക്കാൻ പറ്റും. അവർക്ക് ഒരു തരത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുമില്ല. അത് വരുന്നത് ആ ഈസ്ട്രോജന്റെ ലെവല് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഓരോരോ ചേഞ്ചസുമാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് അതും മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും അല്ലെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളാണെങ്കിലും അവരോട് വളരെ മൈൽഡായിട്ട്, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ലാക്കസിന്റെ സിംറ്റത്തില് അത് ജസ്റ്റ് ലൈക്ക് സ്നേക്ക്, അത് അടങ്ങി അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല. അതേസമയം ഒന്ന് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ക്വിക്കാണ് ആക്ഷനും വരുന്നത്. പലരും പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുവരുമ്പോൾ അവർ പറയും എടുത്തടിച്ച പോലെ പെട്ടെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ വായിന്ന് ആ ഒരു സിംറ്റം മതി നമുക്ക് ലാക്കസിസിലോട്ട് എത്താനായിട്ട്. അപ്പം മാക്സിമം അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഈ സ്റ്റേജിൽ ഈ പറഞ്ഞതുപോലെ ഈ ലേഡീസിന് 45, 55 ആകുന്ന സമയത്ത് അവരുടെ എസ്പെഷ്യലി ബെറ്റർ ഹാഫ് അവരാണല്ലോ കൂടുതലായിട്ട് ഇവരോട് ചേർന്ന് നിൽക്കുന്നത്. ഇവരും ഏജ്ഡ് ആകുകയാണ്. അപ്പം ഇവർ ഏജ്ഡ് ആകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വളരെ കൂടാനുള്ള ഒരു സാഹചര്യം കൂടെ ഉള്ള സമയമാണ്. തന്നെയല്ല പ്രാരാബ്ധം നമുക്ക് അന്നേരമാണ് കൂടുതൽ. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ മാരേജ്, ആ ഏജ് ഗ്രൂപ്പ് അങ്ങനെയാണല്ലോ. അപ്പം ഭാരം വളരെ കൂടുതലാണ് രണ്ടു പേർക്കും. ആ കൂടുതലാകുന്ന സമയത്ത് പരസ്പരം അവര് കുറ്റപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും വഴക്കിടാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. ഞാൻ ഈ ഒരു സമയം ഇതും കൂടെ പറയാൻ എടുക്കുന്നത് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫിസിക്കൽ കംപ്ലൈൻറ്റ്സ് മാത്രമല്ല എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മെന്റൽ കംപ്ലൈന്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സപ്പോർട്ട് തിരിച്ചും വേണം. ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അവരെ വളരെ ക്ഷമാപൂർവ്വം അവരോട് പെരുമാറണം എന്നുള്ളത് തീർച്ചയായിട്ടും വേണം. പക്ഷെ സ്ത്രീകൾക്ക് ഇങ്ങനൊരു ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൂടെ കൊണ്ട് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അവരിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സെക്കൻഡറി സിംറ്റംസ് ഞാൻ മുഴുവൻ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത്രയും സിംറ്റംസ് അവർക്ക് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ബ്ലീഡിങ്, അതായത് മെൻസ്ട്രേഷന്റെ ആ ഒരു ബുദ്ധിമുട്ടും അവരിൽ അലട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ മൈൽഡായിട്ട് തന്നെ സ്നേഹപൂർവ്വം തന്നെ പോവുക. ആ ഒരു പീരീഡ് കഴിയുമ്പോൾ, അതായത് ചിലപ്പം പീരീഡ്സ് നിന്ന് ഒരു 4-5 വർഷത്തിന് ശേഷം കംപ്ലീറ്റ്ലി അവർ ഓക്കെ ആകും. ചിലർ 10 ഇയേഴ്സോളം എടുക്കുന്നവരുണ്ട്. ആ ഈസ്ട്രോജന്റെ ലെവല് നോർമലിലെത്തി അവർക്ക് ആ ഒരു കംപ്ലൈൻറ്റ്സേ ഇല്ല എന്ന് വരെ എത്തുന്നത് വരെ ഇവർക്കൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കി വേണം ബാക്കിയുള്ള ആൾക്കാർ അവരോട് പെരുമാറാനായിട്ട്. ഈ ലാക്കസിസിനെ കുറിച്ച് പറയുമ്പം ഞാൻ പറഞ്ഞില്ല, അവർക്ക് ആ മെൻസ്ട്രേഷൻ അല്ല അവർക്ക് കംപ്ലൈന്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താല് ഈ ലാക്കസിസ് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം തന്നെ അവർക്ക് പീരിയഡ്സ് ഉണ്ടാകും. ആ ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്ന അവസരത്തിൽ തന്നെ അവരുടെ ആ കംപ്ലൈൻറ്റ്സ് കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോവുക ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അമലറേഷൻ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഡിസ്ചാർജ് ആണ്. അത് മെൻസ്ട്രൽ ഡിസ്ചാർജ് തന്നെ. ആ പീരീഡ്സിൽ അവർക്ക് വലിയ കംപ്ലൈന്റേ ഇല്ല. അവരാരും തന്നെ അങ്ങനെ ക്ലോട്ട്സ് പോകുമെന്നോ അല്ലെങ്കിൽ ബ്ലീഡിങ് പ്രൊഫ്യൂസ് ആണെന്നോ എന്നുള്ള ഒന്നും പറയാറില്ല. നോർമൽ അവർക്ക് 45 ഡേയ്സ് വന്ന് നിന്ന് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ നേരത്തെ തന്നെ എങ്ങനെയായിരുന്നു പീരീഡ്സ് എന്ന് ചോദിച്ചാൽ അവർ പറയും വളരെ കറക്റ്റ് ആണ്. 28 ഡേയ്സിൽ അല്ലെങ്കിൽ 30 ഡേയ്സിൽ ഞങ്ങൾക്ക് പീരീഡ്സ് വരും. അന്നേരം വലിയ കംപ്ലൈന്റ്സ് ഒന്നുമില്ല.
അസസറി ചില കംപ്ലൈൻറ്റ്സ് ഒക്കെ ബ്രസ്റ്റിന് പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരൊന്ന് പറയുന്നേ ഉള്ളൂ, പെയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നും, ഇങ്ങനെയൊക്കെ മാത്രമേ പറയാറുള്ളൂ ഏത് പീരീഡ്സ് ഉള്ള സമയത്ത്. റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്ന അവസരത്തിൽ എപ്പോഴാണോ അമിനോറിയ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ആ മെനപ്പോസലിന്റെ മുമ്പുള്ള അമിനോറിയ സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്നേരം മുതലാണ് ഇവരിലെ ഈ കംപ്ലൈൻറ്റ്സ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ലാക്ടോസിന് കൂടുതലും സെക്കൻഡറി സിംറ്റംസ് ആണ് പുറത്തേക്ക് വരുന്നത്. അവരുടെ മെന്റൽ കംപ്ലൈന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ലൈക്ക് എ സ്നേക്ക്, പാമ്പിനെ ഓർത്താൽ മാത്രം മതി എങ്ങനെയൊക്കെയാണ് അത് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവരുടെ മെന്റൽ കംപ്ലൈന്റ് തിരിച്ചറിയാം. നമ്മൾ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്നറിയാം നമുക്ക് അവരുടെ ക്വിക്ക് റിയാക്ഷൻ. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഇവർക്ക് ഈ ആങ്സൈറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ സാധാരണ പറയും ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയും. ഓരോ മെഡിസിനും ലോസ് ഓഫ് ലിബിഡോ ഓരോ കോഴ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ ലാക്കസിസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ള, അതായത് അവരുടെ മെന്റൽ കംപ്ലൈന്റ് എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ലോസ് ഓഫ് ലിബിഡോ എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്സ് ഇല്ലാഴികയല്ല, സെക്സ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് സെക്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ലാക്കസിസ് പേഷ്യൻസ്. പക്ഷെ അവരുടെ ഒരുപാട്, നമ്മൾ നേരത്തെ പറഞ്ഞു, ചുട്ടുപൊള്ളുന്ന അവസ്ഥ, ഹോട്ട് ഫ്ലഷസ്, ഉറക്കമില്ലാഴിക, അഗ്രവേഷൻ ആണല്ലോ, അവർക്ക് സ്ലീപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടാഴിക, സ്ലീപ്ലെസ്നെസ് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് അല്ല, മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ടയേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക, പെട്ടെന്നുണ്ടാകുന്ന ഈ ടെമ്പർ, ആ ദേഷ്യം, ഇത് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് സെക്സ് ഇല്ലാതെ ആകുന്നു. അതെന്ന് വെച്ചാൽ അവരുടെ ഫീലിംഗ് ഇല്ല എന്നുള്ളതല്ല, അവർക്ക് അങ്ങനെ സെക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതിൽ നിന്നും അവർക്ക് കംപ്ലൈന്റ് കൂടും. അപ്പോൾ അത് മറ്റുള്ളവര്, കാരണം അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഒരു കംപ്ലൈന്റ് ഇത് തന്നെയാണ്. ഇതുകൊണ്ടും കൂടെ അവർക്ക് ദേഷ്യം ഉണ്ടാകാം. അതുകൂടെ കൂടെ ഉള്ളവരത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഓരോരുത്തരിലും ഓരോ തരവും. നമ്മളെ ലോസ് ഓഫ് ലിബിഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു മീനിങ് തന്നെ അല്ല, ലിബിഡോ ഇല്ലാത്തതല്ല കാര്യം. ഏതെങ്കിലും ഒരു റീസൺ, ഇപ്പൊ തന്നെ ഗ്രാഫൈറ്റിസിന് എന്തുകൊണ്ടില്ല, ഗ്രാഫൈറ്റിസിന്റെ പ്രൈവറ്റ് പാർട്സിൽ എപ്പോഴും തന്നെ വ്രണങ്ങൾ, അതായത് വിണ്ടുകീറലും വ്രണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. അപ്പൊ അവർ അത് പെയിൻഫുൾ ആയതുകൊണ്ടാണ് അവർ ആ ഒരു കോണ്ടാക്റ്റിലേക്ക് അവർ വരാത്തത്. അപ്പൊ അതുപോലെ ഓരോ റീസൺസ് ഉണ്ട്. ലാക്കസിസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ റീസൺസ് കൊണ്ടാണ് അവർക്ക് അത് സാധിക്കാൻ പറ്റാതെ പോകുന്നത്. അതില്ലാത്തതുകൊണ്ട് അവർക്ക് വീണ്ടും കോപം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ചേഞ്ചസ് ഓഫ് സ്കിന്ന്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലേഡീസിന് ബ്യൂട്ടി കോൺഷ്യസ്യൂടുള്ള ആൾക്കാർ, കൂടുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഭൂരിഭാഗം ആൾക്കാരും കംപ്ലൈന്റ് ചെയ്യുന്നത് ഈ ബ്രൗൺ സ്പോട്ട്സ്, അത് ചെസ്റ്റിലും വരും, മുഖത്തും വരും. അത് സെപ്പിയയ്ക്കും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. എല്ലാ മെനപ്പോസൽ കംപ്ലൈൻസിനും ഭൂരിഭാഗം ലേഡീസിനും വരുന്ന ഒരു സംഭവമാണ് ഈ ചേഞ്ചസ് ഇൻ സ്കിൻ എന്നുള്ളത്. അതിന് നമുക്ക് ലാക്കസിസ് കൊടുക്കാം. ലാക്കസിസ് പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന്റെ മെഡിസിൻ വരുന്ന സെപ്പിയ ആണെങ്കിലും ലാക്കസിസ് പേഷ്യൻസിന് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. ടോട്ടലി തന്നെ ഫെയർനെസ് അവർക്കൊന്ന് കുറയും. അതുകൂടാതെ ഫേസിൽ ബ്രൗണിഷ് ആൻഡ് ബ്ലാക്കിഷ് സ്പോട്ട്സ്, അത് ചെസ്റ്റിലും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഡ്രൈനെസ് ഉണ്ടാകും, സ്കിൻ പൊഴിഞ്ഞു പോകുന്ന പോലെ, ഒന്ന് ചൊറിയുക വല്ലതും ചെയ്താൽ എക്സ്ഫോളിയേഷൻ ഓഫ് സ്കിൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് നല്ല മോയ്സ്ചറൈസർ, വേറെ ഒന്നുമല്ല, നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് വണ്ണം. അവരോടത് പറയണം, നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ദിവസവും കുളിക്കുന്നതിന് മുമ്പ് കോക്കനട്ട് ഓയിൽ ബോഡിയിൽ തേച്ച് നിങ്ങൾ കുളിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ആന്റി ബാക്ടീരിയലുമാണ്. നമ്മൾ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ക്രീമുകളാണേലും ഒക്കെ ധാരാളം കിട്ടും. അങ്ങനെയുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബാഡ് എഫക്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പേപ്പറിനകത്താണെങ്കിലും ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും. കിഡ്നി ട്രബിള് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിഫിഷ്യലി ഉള്ള ക്രീമുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാതെ, വൈറ്റമിൻ ഇ എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് പറയും, അഡ്വർടൈസ്മെന്റ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കുക. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് വണ്ണം. അത് യൂസ് ചെയ്യുക. നമ്മൾ പിന്നെ ഇന്റേണലി മെഡിസിൻ കൊടുക്കുമല്ലോ, അതാണ് ഇമ്പോർട്ടന്റ്. വൈറ്റമിൻ ഇ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ കിട്ടുന്ന ഫുഡുകൾ, ഒരു നട്ട്സുകളിലൊക്കെ ഇഷ്ടംപോലെ വൈറ്റമിൻ ഇ ഉണ്ട്. അത് വേണമെങ്കിൽ കൺസ്യൂം ചെയ്യാം. അതുകൂടാതെ നമ്മൾക്ക് വൈറ്റമിൻ ഇ സപ്ലിമെന്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ് സബേന ഉണ്ട്, സെപ്പിയ ഉണ്ട്, നേട്രമോർ നമ്പർ 1 ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മെഡിസിന് ഇന്റർ കറന്റ് ആയിട്ട്, ഇപ്പൊ ലാക്കസിസ് പേഷ്യന്റ് ആയിക്കോട്ടെ, ലാക്കസിസ് ഒരു ഡോസ് നമ്മൾ കൊടുത്തു, ഒരു ഡോസിൽ തന്നെ ഹയർ പൊട്ടൻസി ആണ് കൊടുക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആണ്. അത് കൊടുത്തതിന് ശേഷം ഇന്റർ കറന്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേട്രമോറോ അല്ലെങ്കിൽ സബൈനയോ ഒക്കെ ഓരോ ഡോസ് കൊടുത്താൽ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു അവസ്ഥ, വൈറ്റമിൻ ഇ ആണ് ഈ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല വൈറ്റമിൻ ഇ ആണ്. അപ്പൊ അതിന്റെ സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഈ മെഡിസിൻ ഇന്റർ കറന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം.
പിന്നെ ഉറക്കത്തിന്റെ നമ്പർ 1 ആണ് നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാച്ചുറൽ ക്യൂറിങ് ഏജന്റ് ആണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമുക്ക് ആ ക്യൂർ കിട്ടി. അപ്പം ഇത് ഉറക്കം കിട്ടാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു സമയം, റീൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഒരു സമയം കഴിഞ്ഞാൽ നമ്മളിപ്പോ 10 o'clock ഉറങ്ങുന്നെങ്കിൽ അപ്പൊ തന്നെ ഫോൺ ദൂരേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കുക. രാവിലെ ഒരു 6 മണി വരെ ഉറങ്ങാൻ ശ്രമിക്കുക. മെനോപോസൽ ലേഡീസിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഇനഫ് സ്ലീപ്പ് അവർക്ക് ഈ സമയത്ത് വളരെ ആവശ്യമാണ്. കാരണം ഒരുപാട് ടയേർഡ് ആകും. ഒന്നാമത് പലതവണ നമ്മൾ സ്ലീപ്പിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ എഴുന്നേൽക്കും. അപ്പോഴൊക്കെ വീണ്ടും ഒന്ന് ഉറങ്ങി വരാൻ ചിലർക്കാണെങ്കിൽ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ അവർ ഉറങ്ങത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമുക്ക് ഉറക്കം ശരിക്ക് കിട്ടത്തില്ല. ഉറക്കവേ പോകും, ബ്രെയിനെ അങ്ങ് തെളിയും ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മാക്സിമം ഉറങ്ങാനായിട്ട് ആ നൈറ്റിൽ കിട്ടുന്ന അത്ര അവേഴ്സ് 5 to 6 hours അല്ലെങ്കിൽ 7 hours നമ്മൾ ഉറങ്ങിയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി പിന്നെ ഉറക്കത്തിനിടെ പ്രത്യേകിച്ച് ഈ ലാക്കസിസ് അതിന് സ്ലീപ്പിംഗ് അഗ്രവേഷൻ ആണ്. കൂടുതലും ത്രോട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടാണ് ഇവർ ഈ ചാടി എഴുന്നേക്കുന്നത് ശ്വാസം കിട്ടാതെ. അപ്പൊ അവർക്ക് അത് കിട്ടത്തക്ക മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അത് കുറഞ്ഞു കിട്ടും. അപ്പൊ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, മെനോപോസിൽ വരുന്ന ലേഡീസിനോട് പറയേണ്ടത് ഇനഫ് സ്ലീപ്പ് 7 hours വേണം. നിങ്ങളത് മോർണിംഗിലോ അല്ലെങ്കിൽ നൈറ്റിലോ ഉറങ്ങി ഒരു ദിവസം 24 hours എന്നുള്ള രീതിയിൽ അത് തീർത്തിരിക്കണം എന്നുള്ള കാര്യം ഇവർക്ക് ഒരു അഡ്വൈസ് ആയിട്ടുള്ള നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മെന്റൽ കോർഡിനേഷൻ, മെമ്മറി നന്നായിട്ട് നമുക്ക് ഈ സമയത്ത് നമ്മളൊക്കെ തമാശയായിട്ടും അല്ലാതെ മറ്റുള്ളവരോട് പറയും പ്രായമായി അതുകൊണ്ടാ എന്ന് പറയും, മെമ്മറി ലോസ് ആകും. അപ്പൊ ആ മെമ്മറി തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് ബുക്സ് റീഡ് ചെയ്യുകയും വീണ്ടും ഒന്ന് മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും റിഫ്രഷ് ചെയ്യാനായിട്ട് റീഡിങ് നല്ലൊരു കാര്യമാണ്. മെമ്മറി നമുക്ക് കാരണം കുറച്ച് കോൺസെൻട്രേഷൻ അവിടെ നിർത്താതെ നമുക്ക് റീഡ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വായിക്കുക എന്നുള്ള കാര്യം ഈ സമയത്ത് വളരെ നല്ല കാര്യമാണ്. നല്ല ബുക്സുകൾ വായിക്കുക. പാട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നമ്മളുടെ കംപ്ലൈന്റ്സിന് ഹീൽ ചെയ്യാൻ പറ്റിയ ഒരു റെമഡി തന്നെയാണ് സോങ്സ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, പ്രത്യേകിച്ച് ഈ ഒരു ഏജിലൊക്കെ ലാക്ടോസിസ് പേഷ്യൻസും പലർക്കും പിന്നെ മതപരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ രീതിയിലോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക്കോ ഫിലിമിലുള്ള മ്യൂസിക്കോ എന്താന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടമുള്ള ക്ലാസിക്കലോ ഒക്കെ ഇഷ്ടമുള്ള തരത്തിൽ അവർക്ക് മ്യൂസിക് ഒരുപാട് കേട്ടാൽ നമ്മൾക്ക് വളരെയധികം മനസ്സിന് വളരെ ശാന്തതയുണ്ടാകും. നമ്മുടെ മെമ്മറി ഡെവലപ്പ് ചെയ്യും. ആ മെന്റൽ കോർഡിനേഷന് നല്ലൊരു മെഡിസിൻ ആണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്. പിന്നെ ഹെയർ ലോസ് ആൻഡ് തിന്നിങ്, ഈ ഞാൻ പറഞ്ഞല്ലോ കളറ് പോകുന്നു എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ ലോസ്. അതും പ്രത്യേകിച്ച് പുരുഷനും സ്ത്രീക്കും എല്ലാം ആവശ്യമായിട്ടൊരു സംഭവമാണ് ഹെയർ. ഒരാൾക്ക് തന്നെ അല്ല. അപ്പം മുടി കൊഴിഞ്ഞു പോകുന്നു, മുടി തിന്നായി പോകുന്നു, ആ വോളിയം ഇങ്ങനെ അല്ലായിരുന്നു, കട്ടിയായിട്ട് തിക്കായിട്ടിരുന്ന മുടിയാണ് എന്ന് ലേഡീസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഹെയർ ലോസിന്റെ കാരണം ഇവർക്ക് ഈ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോഴും മാനസികമായിട്ട് ഇവർക്ക് ഒരുപാട് അലട്ടല് ഉണ്ടാകും. വീട്ടിലും പറയും ആൾക്കാർ, സ്കിന്നിന്റെ കാര്യം ഇതെല്ലാം കൂട്ടത്തിലിരിക്കുന്ന ഒരുപാട് കളർ ചേഞ്ച് ആണല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ ഇവരെ മാനസികമായിട്ട് നന്നായിട്ട് മുറിപ്പെടുന്നുണ്ട് ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെന്റൽ സപ്പോർട്ട് എന്ന് നേരത്തെ പറഞ്ഞത്. ഇത് മെനപ്പോസിനെ സംബന്ധിച്ച കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോഡി ഷെയ്മിങ്ങും ഒക്കെ വെയിറ്റ് ഗെയിനിങ്ങും ഒക്കെ ഉണ്ടാകുമല്ലോ. പബ്ലിക്കിന് മുമ്പ് വെച്ച് പറയും ഒരുപാട് ഇവള് കഴിച്ചിട്ടാണ്. ഈ സമയത്ത് നമുക്ക് വിശപ്പും കൂടും. അപ്പൊ ആ കഴിക്കുക ചെയ്യുന്നത് ഒരു കാര്യം കൂടാണ് നമുക്ക് ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള കാരണം, ആ ബോഡി ഷെയ്മിങ്ങിലേക്ക് പോകാനുള്ള കാരണം ഒക്കെ അത് തന്നെയാണ്. അപ്പം ഇവർക്ക് ഈ മുടി പോകുന്നതിനും ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന കാര്യം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിന്റെ സപ്ലിമെന്റ് ഞാൻ മെഡിസിൻസ് നേരത്തെ പറഞ്ഞു, അതുകൂടെ ഇടയ്ക്ക് കൊടുത്താൽ ഇവർക്ക് ഒരുപാട് ഹെയർ ലോസ് ചെയ്യാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ഇവർക്ക് മനസ്സൊരുതയാ കൊടുക്കേണ്ടത്. ഇതൊക്കെ കാരണം കവർ ചെയ്ത് ഇങ്ങ് പോരണം. നിങ്ങൾക്ക് ആ സമയത്ത് പ്രശ്നമില്ല, നമ്മൾ മനസ്സിലാക്കുകയും വേണം. ആ ഒരു മെനോപോസിന്റെ ഏജ് അറ്റ്ലീസ്റ്റ് പോയത് 7 to 8 years കഴിഞ്ഞാൽ അവർക്ക് നോർമൽസിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞ് അവരിനി എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ തന്നെ ആ രീതി നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അവരെ. പിന്നെ കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഹെയർ ലോസിന് ഈ പറഞ്ഞതുപോലെ പുറത്ത് ഒരുപാട് ഓയിലൊക്കെ പറയും, അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മെഡിസിനിൽ തന്നെ മാറും. ഈ വൈറ്റമിൻ ഇ സപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഈ മെഡിസിനിൽ തന്നെ നമുക്ക് ആ ഹെയർ ലോസ്
തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. തിന്നിങ്ങും അതുപോലെ മാറിക്കിട്ടും. പിന്നെ ഹെഡേക്ക് ഓർ മൈഗ്രെയിൻ ആണ് പറഞ്ഞത്. അത് ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പലർക്കും പീരീഡ്സുമായിട്ട് ചേർന്ന് അതിനു മുമ്പ് ചെറിയ പ്രായത്തിലുണ്ടായവർക്ക് തീർച്ചയായിട്ടും മെനപ്പോസലായി കഴിയുമ്പോഴും എങ്ങനെയും ടോയ്സിനെ എന്തെങ്കിലും ഈ ഒരു മൈഗ്രെയിൻ്റെ ശല്യം കാണും. മൈഗ്രെയിന് നമുക്ക് ഒരുപാട് മെഡിസിൻ ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മറ്റ് നെട്രമോർ ആണെങ്കിലും സാങ്കുനാറിയ ആണെങ്കിലും സ്പൈജീലിയ ആണെങ്കിലും ക്ലോണോയിലാണെങ്കിലും ഒക്കെ മെഡിസിൻസ് ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർക്ക് 1 hour ഇടവിട്ടോ ഒക്കെ അക്യൂട്ടായിട്ടുള്ള സ്റ്റേജിൽ അക്യൂട്ടായിട്ടുള്ള രീതിയിൽ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റം കിട്ടും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ഉള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു വരുന്ന ഫ്രീക്വൻസി വളരെ കുറഞ്ഞ് അവസാനം ഇല്ല, മൈഗ്രെയിൻ ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഞാൻ ലാക്ടോസിന്റെ കാര്യം, ഹോട്ട് ഫ്ലഷസ് ഒരുപാടുള്ളവരാണ്. അതുപോലെ വിയർപ്പ് ഈ സമയത്ത് ഒരുപാടുണ്ടാകുകയും ഒരുപാട് പേര് പറയുന്നുണ്ട് ബാഡ് സ്മെല്ല്. അത് കൂടുതലും പറ്റുന്നത് നൈറ്റ് മുഴുവൻ കിടന്ന് പില്ലോ അങ്ങ് നനഞ്ഞു കഴിയുമ്പോൾ അത്രയും സമയത്തെ ആ നനവ്, അതുകൊണ്ട് അവർക്ക് വളരെയധികം ഇറിറ്റേഷൻ. ഇതുകൊണ്ട് ഈ ഉറക്കം കിട്ടാതിരിക്കുന്നതിന്റെ 1-2 റീസൺ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇതും നമുക്ക് പറയാം. തല നനയുന്ന ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേക്കും. അതേ രീതിയിലുള്ള സ്വെറ്റിങ് ഈ എസ്പെഷ്യലി ഈ ലാക്ടോസിസ് പേഷ്യൻസിൽ കാണാനായിട്ട് സാധിക്കും. ജോയിന്റ് സ്റ്റിഫ്നെസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോയിന്റ് സ്റ്റിഫ്നെസിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ തൈ മസിൽസിനാണ് പെയിൻ ഉണ്ടാകുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ഞാൻ മുടിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ വെയിറ്റ് ഗെയിനിങ് എന്ന് പറയുന്ന സംഭവം എസ്പെഷ്യലി ഈ ഒരു മെനോപോസൽ ഏജില് എന്തെങ്കിലും ഒന്ന് യോഗ ആയിക്കോട്ടെ, അല്ലെ തനിയെ എക്സസൈസ് ആയിക്കോട്ടെ, അല്ലെ തനിയെ നടക്കാൻ പോകുന്നതായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ ഇനി നമ്മൾ വെയിറ്റ് കുറയാൻ തന്നല്ല, ഈ ബോഡിയുടെ ഈ സ്റ്റിഫ്നെസ് മാറാനും ഒക്കെ തന്നെ നമ്മളെ സഹായിക്കും ഈ രീതിയിലുള്ള ഒരു എക്സസൈസ്. അത് സെപ്പിയ ലേഡീസിനാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യും. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കുണ്ട് പേഷ്യൻസ്, എനിക്ക് അറിയാം. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലെ കുറെ മനുഷ്യർ അവര് ഡാൻസ് ചെയ്യാനും തിരുവാതിര പഠിക്കാനും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നടക്കാനെങ്കിലും ഒരു 1 hour എങ്കിലും സമയം മാറ്റി വെച്ചാൽ വളരെ വ്യത്യാസം നമ്മുടെ ജോയിന്റ് സ്റ്റിഫ്നെസ്, അതുപോലെ തന്നെ കാലിന്റെ പെയിന്, വെയിറ്റ് ഒരുപാട് ഗെയിൻ ചെയ്യാതെ നമ്മളെ രക്ഷപ്പെടുത്താനും സാധിക്കും. പിന്നെ ഈ ആപ്പിറ്റൈറ്റ് കൂടുക എന്ന് പറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മറ്റുള്ള കാര്യത്തിലോട്ട് എൻഗേജ്ഡ് ആകുക. ഇപ്പൊ അടുക്കള ജോലി കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞ റീഡിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫിലിം കാണലായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൊന്ന് തിരിച്ചുവിട്ടാൽ ഈ കഴിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ച് ശകലമെങ്കിലും നമുക്കൊന്ന്, എന്നും പറഞ്ഞുകൊണ്ട് അസിഡിറ്റി ആഹാരം ഒഴിവാക്കി അസിഡിറ്റി ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. എന്നാലും അതുപോലെ തന്നെ കഴിക്കുമ്പം 3 നേരം നമ്മൾ കഴിക്കുന്നത് 5 6 പ്രാവശ്യമായിട്ട് കഴിക്കുക, കുറേശ്ശെ. അപ്പോഴും നമുക്ക് ആ വെയിറ്റ് ഗെയിൻ വരാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ തരത്തിലുള്ള രീതിയിൽ പോകുന്നത്. പിന്നെ ഈ യോഗയും എക്സസൈസും ഒക്കെ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മെന്റലി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളെ ഈ സമയത്താണ് കൂടുതലായിട്ടുള്ള മാനസികമായിട്ട്, അതായത് നമ്മളിൽ വരുന്ന ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണ് തോന്നുന്നത്. മറ്റുള്ള ലേഡീസിനെ പ്രത്യേകിച്ച് 30, 35, 40 വയസ്സുള്ളവരെയൊക്കെ കാണുമ്പോഴത്തേന് നമ്മളും ഇങ്ങനെ ആയിരുന്നല്ലോ. അതുകൊണ്ട് കുശുമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് തോന്നുന്ന, എല്ലാവരിലും അല്ല, തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് മാനസികമായിട്ട് നിയന്ത്രിച്ചോളുക. നമ്മളും ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നത്. ഈ ഒരു മെനപ്പോസൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കും തിരിച്ച് നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താൽ തിരിച്ചു പോയി ആ ഒരു രീതിയിൽ, ഇപ്പൊ ഏജ് അത്രയായിട്ടുള്ള രീതി കാണിക്കണമെന്നല്ല, എന്നാലും മാനസികമായിട്ടെങ്കിലും നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ തരത്തിലുള്ള മെന്റൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് വേണ്ട. കുശുമ്പോ കുഞ്ഞായ്മ അതൊക്കെയാണേലും നമ്മൾ സ്വയം അങ്ങ് നിയന്ത്രിച്ചോളുക. പാൽപിറ്റേഷൻ, അതുപോലെ ഇവർക്ക് ലാക്ടോസിസ് പേഷ്യൻസിന് എപ്പോഴും BP ഹൈ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാതെ അത് ലാക്ടോസിസ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ BP നോർമലായിട്ട് വരും. അല്ലാതെ BPയുടെ വേറെ മെഡിസിൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം തന്നെ കാണുന്നില്ല. അതിൽ നിന്ന് തന്നെ അവർക്ക് ആങ്സൈറ്റി ഈ സമയത്ത് ഉണ്ടാകുന്ന BP ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പാൽപിറ്റേഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകാം, എക്സസ് സ്വെറ്റ് ഉണ്ടാകാം, പെട്ടെന്നായിരിക്കും ടെമ്പർ, കോപം ഉണ്ടാകുക. ഇതൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ് മെനപ്പോസൽ ടൈമിലുള്ള സിംറ്റംസ്. അത് ടിനിറ്റസ്, ഇത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ചെവിയുടെ കംപ്ലൈന്റ്, പ്രത്യേകിച്ച് ലാക്ടോസിസ് പേഷ്യൻസിന് ചെവിക്ക് ഒരു കംപ്ലൈന്റ് അവർ പറഞ്ഞിരിക്കും എന്തെങ്കിലും.
അത് ചെവിക്കകത്ത് മുഴങ്ങുന്നു, റിങ്ങിറിങ്ങെന്നുള്ള സൗണ്ട് കേൾക്കുന്നു, ചെവി കുട്ടി അടയ്ക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ആ ലോക്കലിയുള്ള ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ്, അതുപോലെ ഡിസ്ചാർജ് വരിക, ചെവി ചൊറിച്ചിൽ ഒരുപാട് പേര് പറയുന്നതാണ്. അതൊക്കെ ലാക്ടോസിസിനോട് ചേർന്ന് വരും. സ്ട്രെസ്സും ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ. ഈ സമയത്ത് വൈറ്റമിൻ സപ്ലിമെന്റോ ഈ പറഞ്ഞ പോലെ മറ്റുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. കാർബൺ ഗ്രൂപ്പിലെ മെഡിസിൻസ്, കാർബോജ്, സൈലേഷ്യ, ഗ്രാഫൈറ്റിസ്, ഈവൻ ഈ മെനോപോസൽ ടൈമിൽ ഗ്രാഫൈറ്റിസും ഭൂരിഭാഗം കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് കിട്ടുന്ന ഒരു മെഡിസിനാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, വെയിറ്റ് ഗെയിനിങ് ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ ആ സമയത്ത് നമുക്ക് ഗ്രാഫൈറ്റിസ്, വൈറ്റമിൻ സിയും കൂടെ കവർ ചെയ്ത് പോകാനായിട്ട് കാർബൺ ഗ്രൂപ്പ് മെഡിസിനിലെ ഒരു നല്ലൊരു മരുന്നാണ് ഗ്രാഫൈറ്റിസ്. അതുപോലെ ഈ ലാക്ടോസിസ് പേഷ്യൻസിന് ലൊക്കേസിറ്റി, അവർക്ക് സംസാരിക്കുന്നത് തന്നെ അവരുടെ ആ കോംപ്ലക്സ് മറയ്ക്കാൻ വേണ്ടിയാണ്, അവരിലുള്ള ആങ്സൈറ്റി മറയ്ക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയരുത്, കൂട്ടത്തിലിരിക്കുന്നവര് അതിനുവേണ്ടി ഒരുപാട് സംസാരിക്കും. ആ സംസാരത്തിന്റെ പ്രത്യേകത, കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നേത്രമൂർ ആണെങ്കിലും സിപ്പി ആണെങ്കിലും ഒക്കെ തന്നെ. പക്ഷെ ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒരു തുടക്കത്തിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കാം പോകുന്നത്. അത് കുറച്ചുകൂടെ അങ്ങ് ആയി കഴിയുമ്പോൾ, അതും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ നമ്മളൊന്ന് ചോദിച്ചു പോയിട്ടുണ്ടല്ലോ, ഹറിയുടെ തിടുക്കത്തിൽ സംസാരിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ സബ്ജക്റ്റ് മാറി 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 നമ്മൾ അന്തം വിട്ടുപോകും. പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആയിരിക്കാം സിനിമയിലേക്ക് മാറുന്നത്. സിനിമയിൽ നിന്ന് മാറി ഉടനെ ആയിരിക്കും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, രാമായണം, ഭാഗവതം എന്നുള്ള രീതി മാറുന്നത്. അപ്പൊ ആ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ, ഞാൻ പറഞ്ഞല്ലോ ലൊക്കേസിറ്റി ഒരുപാട് പേരിലും ഒരുപാട് മെഡിസിനിലും കാണുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത ചേഞ്ചിങ് ദ സബ്ജക്ട്സ്. അത് ഈ ലാക്ടോസിസിന് കാണുന്ന ഒരു നല്ലൊരു സിംറ്റമാണ് ചേഞ്ച് ചെയ്ത് പോകുന്നത്. അതുപോലെ തിടുക്കം, സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത് ഇവര്. അൺകൺട്രോൾഡ് ആയിട്ടുള്ള സംസാരം, നമ്മൾ പറഞ്ഞാൽ തന്നെ അവർക്ക് അത് കൺട്രോൾ ചെയ്ത് അപ്പോൾ ഒന്ന് നിശബ്ദമായിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതേ തുടർന്നാൽ അവർ വീണ്ടും അത് പഴയത് മറന്നു പോവുകയും കണ്ടിന്യൂസ് ആയിട്ട് സ്പീക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഇവർക്ക് മിക്കവാറും ഈ ലാക്ടോസിസ് പേഷ്യൻസിനെ കാണും BP ഇൻക്രീസ് ചെയ്ത് നിൽക്കുമെന്ന് പറയുന്ന പോലെ തന്നെ ഇവരിലെ തൈറോടോക്സിക് ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. തൈറോയിഡിന്റെ ഒരു കംപ്ലൈന്റ് കൊണ്ട് ഇവരിൽ കാണാൻ സാധിക്കും. നേത്രമൂറി പോലെ തന്നെ, നേത്രമൂറിന് ഓൾമോസ്റ്റ് കംപ്ലൈന്റ്സ് അതേ രീതിയിൽ തന്നെ വരുന്നതാ. ഇതുപോലെ തന്നെ ടോക്കറ്റീവ്നെസ് ഉള്ളതാണ്. പക്ഷെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. രണ്ടും തരം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഇവർക്ക് വളരെ ഈ തൈറോയ്ഡ് T3, T4, TSH നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്കൊരു തൈറോയ്ഡ് കംപ്ലൈന്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം തന്നെ ലാക്ടോസിസിന്റെ ഈ സിംഗിൾ ഡോസോ അല്ലെങ്കിൽ ഡബിൾ ഡോസോ ഒക്കെ കൊണ്ട് തന്നെ മാറിപ്പോകാനും സാധിക്കും. പിന്നെ ഇന്റർകറന്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നേത്രമൂർ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ലാക്ടോസിസ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സിംറ്റംസ് സിമിലർ ആയിട്ട് വരും ഈ ഒരു മെനോപോസൽ ഏജില്. അതുകൊണ്ട് ഇന്റർകറന്റ് റെമഡി ആയിട്ട് നേത്രമൂർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞല്ലോ ലാക്ടോസിസിന് ഒരുപാട് മെന്റൽ കംപ്ലൈന്റ് ഉണ്ട്. അതിലെ ഭയങ്കര ഒരു ശല്യമാണ് ജലസ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് അവരുടെ ആ കോംപ്ലക്സ് സിറ്റുവേഷനിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. മെനോപോസൽ ഏജിലാണ് ആ ഒരു ജലസി ഫീലിംഗ് അവർക്ക് കൂടുതൽ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മെനോപോസിലുള്ള ലേഡീസ് അത് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ആ സ്റ്റേജിലൊക്കെ നിന്നവരാണ്, തിരിച്ച് നമുക്ക് ചെല്ലാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ കുറേയൊക്കെ ആ മെന്റൽ കംപ്ലൈന്റ്സിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം ഈ ഒരു ലാക്ടോസിസ് പേഷ്യന്റിന്. നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ആ മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ അവരിൽ ആ ചേഞ്ച് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഈ സമയത്ത് എപ്പോഴും തന്നെ അഡ്വൈസ്, എല്ലാ പേഷ്യൻസിനും ഏതൊരു തരം ഡിസീസ് വന്നാലും നമ്മൾ അഡ്വൈസ് കൊടുക്കാറുണ്ട്. അവരുടെ ഫുഡ്, അവരുടെ ബാക്കി എന്താന്ന് വെച്ചാൽ പലവിധ അഡ്വൈസും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ മെനോപോസലിന് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവരിത്തിങ് അവരുടെ കംപ്ലൈന്റ്സിനുള്ള അഡ്വൈസ് കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോഴേ അവർ മെന്റലി ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് വരത്തുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെ വരും, ഇപ്പൊ തന്നെ സെക്കൻഡറിയും പ്രൈമറി ആയിട്ടുള്ള സിംറ്റംസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ അവർക്ക് ആ ഒരു സ്റ്റേജിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സെപ്പിയ നെക്സ്റ്റ്, ഞാൻ പറഞ്ഞില്ല 2 റെമഡീസ്, കണ്ണടച്ച് കൊടുക്കാൻ പറ്റിയ 2 റെമഡീസ് ആണ് സെപ്പിയായി, ഒന്ന് ലാക്ടോസിസ് രണ്ടാമത്തെ. അതിലെ സെപ്പിയായിക്കും ആങ്സൈറ്റി ഉണ്ട്,
കൂടുതൽ ഈവനിങ് അവേഴ്സ്, ആ നൈറ്റ് അങ്ങോട്ടാകുമ്പോഴാണ് സെപ്പിയയ്ക്ക് കൂടുതലും ഭയം വരുന്നത്. ഹെപ്പാറ്റിക് ട്രബിളും, കാരണം ഇത് ക്രോണിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് കൂടുതലായിട്ട് ഈ സെപ്പിയായി കാണാൻ സാധിക്കും. പല ഡയബറ്റിസ് പേഷ്യൻസും ഉള്ളവർക്ക് ക്രോണിക് ആയിട്ട് അവർ ആ ഗ്യാസ്ട്രിക് കംപ്ലൈന്റും കൂടെ പറഞ്ഞാൽ സെപ്പിയ ഒരു റെമഡി തന്നെയാണ്. ഈ ഒരു മെനപ്പോസൽ ടൈമിലാണല്ലോ ഹൈ ബി പി ഉണ്ടാകുന്നതും ഡയബറ്റിസ് ആകുന്നതും ഒക്കെ തന്നെ ഇതുമായിട്ടൊക്കെ ചേർന്ന് വരും. അതുപോലെ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞിട്ട് തൈറോയ്ഡ് ടോക്സിക് ആകുന്നതും എല്ലാം. അപ്പം സെപ്പിയ ഇതൊക്കെ കവർ ചെയ്തു പോകുന്ന ഒരു മെഡിസിൻ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പം ഹെപ്പാറ്റിക് ട്രബിൾ ഇവർക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഡൈജഷൻ സ്ലോ ആയിരിക്കും. ആ ഡൈജഷൻ സ്ലോ ആകുന്നത് കൊണ്ട് ഡൈജസ്റ്റീവ് കംപ്ലൈൻസിൽ നിന്ന് തന്നെ നമുക്ക് ആങ്ഷ്യസ് ആകും, ഭയം ഉണ്ടാകുകയും ഒക്കെ നമുക്കുണ്ടാകും. സാധാരണ രീതി ഡൈജഷൻ ശരിയല്ലാത്തവരെ നൈറ്റില് പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒക്കെ കാണുമെന്നാണ് പറയുന്നത്. അവരുടെ ഭയം, അവരുടെ തോന്നലാണ് അതെല്ലാം. അതുകൊണ്ട് ഈവനിങ് അവേഴ്സിലായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഈ ഭയവും ആൻസൈറ്റിയും ഒക്കെ ഈ സെപ്പിയകൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ചേഞ്ചസ് ഇൻ സ്കിന്നിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എനിക്ക് ഒരുപാട് പേഷ്യൻസ് എന്റെ മുമ്പിൽ വന്ന് അവര് ഫേസിലെ തന്നല്ല, ഫേസിൽ നമ്മൾ പറയുമല്ലോ ബട്ടർഫ്ലൈ രൂപത്തിലെ ബ്രൗണിഷ് ആയിട്ട് നോസിലും കൂടെ സാഡിൽ അക്രോസ് ദ നോസ് എന്ന് പ്രത്യേകം പറയും. യെല്ലോയിഷ് സാഡിൽ അക്രോസ് ദ നോസ് എന്നാ പറയുന്നത്. ആ ഫേസിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബട്ടർഫ്ലൈ രൂപത്തിൽ രണ്ട് കവളത്തും നിൽക്കുന്നതും നോസിന്റെ മേളിൽ കൂടെയുള്ള ആ വരെയും നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. പക്ഷെ ഇവരിലെ ചെസ്റ്റിലുള്ള ബ്രൗണിഷ് ആയിട്ടുള്ള സ്പോട്സ് അത് വളരെ ഇമ്പോർട്ടന്റ്. കാണിച്ചു തന്നെ അവർ തരും. ഒരുപാട് സ്പോട്സ് വന്ന് നിൽക്കുന്ന ആൾക്കാർക്കും സെപ്പിയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. വളരെ വേഗം നമ്മളുടെ കളർ തിരിച്ചു കൊണ്ടുവരാൻ, ആ മെലാനിൻ ഡെപ്പോസിറ്റ്സ് മാറിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ഈ കൂടുതലും സ്കിന്നിന്റെ മുടിയുടെ ഒക്കെ കാര്യം പറയുന്നത് ഈ സമയത്ത് നമുക്ക് ശരിക്കും കോംപ്ലക്സ് എല്ലാ തരത്തിലും, ഞാനൊരു ലേഡിയല്ല, ലേഡി അല്ലാതെ എനിക്ക് ലേഡിയുടെ കഴിവുകൾ നഷ്ടപ്പെടുന്ന അവസരമാണ്, നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു അവസരമായതുകൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോഴും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഒരു റീസൺ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഇവർക്കും സൗണ്ട് സ്ലീപ്പ് ഇവർക്ക് കിട്ടത്തില്ല. അത് ഹോട്ട് ഫ്ലഷസും ഒക്കെ കൊണ്ട് തന്നെയാണ്. ആ ചൂട് കൂടുതൽ എങ്ങനെങ്കിലും AC യോ അല്ലെങ്കിൽ ഫാനോ ഒന്നും ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുക. ഫാൻ ഇട്ടാൽ തന്നെ വിയർത്തൊഴുകും അവർക്ക്. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് നല്ല ദേഷ്യവും ഉണ്ടാകും. ഇതൊക്കെ കൊണ്ട് തന്നെ ടയേർഡായിരിക്കും. ഇവരിലുള്ള ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാകുന്നത് വജൈന എപ്പോഴും ഡ്രൈ ആയിരിക്കും, അതുകൊണ്ട് പെയിൻഫുള്ളും ആയിരിക്കും. അപ്പൊ അത് കാരണം ആ പെയിൻഫുൾ കൊയിഷൻ എന്നുള്ളത് വരുന്നത് കൊണ്ടാണ് ഇവർക്ക് ആ ലോസ് ഓഫ് ലിബിഡോ ഇവരെ വേണ്ട. കാരണം വെച്ചാൽ വേദന എന്നുള്ള ആ സ്റ്റേജ് വേണ്ട എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് വേണ്ടാതെ വെക്കുന്നത്. രാക്ഷസസിനെ പോലെ തന്നെ ഇവർ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ അവരതിനെ ഒഴിവാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാട് ലേഡീസും പുരുഷന്മാരും ഈ ഒരു സമയത്ത് എല്ലാവരും പറയും പ്രായമായതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞല്ലോ അഡ്വൈസിന്റെ സമയത്ത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ കൂടെ വരുന്ന പുരുഷനെയോ ഹസ്ബൻഡിനെയും പറഞ്ഞ് മനസ്സിലാക്കുക. ഇവരുടെ അവസ്ഥ ഇതായിട്ടാണ്. പല ബന്ധങ്ങളും ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു ഏജിലാണ്. ബിറ്റ്വീൻ ആ ഒരു 42 മുതൽ ഒരു 55 വരെയുള്ള ഏജ് ഗ്രൂപ്പില് ഒരുപാട് ഡിവോഴ്സുകൾ കാണുന്നുണ്ട്. അതിൻ്റെ അകത്തെ മെയിൻ റീസൺ ആയിട്ട് അവർ പറയുന്നത് ഈ കാര്യം തന്നെയാണ്. അപ്പൊ അത് പരസ്പരം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഈ ഒരു ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കി പോകാനായിട്ട് സാധിക്കും. സ്ത്രീകൾ മനഃപൂർവ്വമല്ല, അവരിൽ ഇങ്ങനെ ഓരോരോ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നത്. അതുപോലെ ഇവർക്ക് എപ്പോഴും ബിയറിംഗ് ഡൗൺ സെൻസേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് വളരെയധികം കുറഞ്ഞു വരുന്നതും. വൾവയിൽ കൂടെ എന്തോ എസ്കേപ്പ് ചെയ്ത് താഴേക്ക് വരുന്ന ഒരു ഫീലിംഗ് ഈ സെപ്പിയയ്ക്ക് എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അതുപോലെ തന്നെ മസിൽസ് എല്ലാം തന്നെ റിലാക്സ്ഡ് ആകുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഒക്കെ കാര്യം പറയുന്നത് ലൂസ്നെസ് ഓഫ് മസിൽസിൽ നിന്നാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വജൈനൽ മസിൽസിനും ആ ഒരു സ്റ്റിഫ്നെസ് ഇല്ലാതാകും. അപ്പം അതുമെല്ലാം തന്നെ അവരിൽ ഈ ഒരു ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നീങ്ങുക.
ഇതിനുമുണ്ട് ഹെയർ ലോസും തിന്നിങ്ങും. അവരും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ രണ്ട് സമയത്ത് ഇവർ പറയുന്ന മാനസികവും ശാരീരികമായിട്ടും ബ്യൂട്ടി കോൺഷ്യസും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പറയുന്ന കംപ്ലൈൻറ്റ്സ് ആണ് ഹെയർ ലോസിന്റെ കാര്യം. അതിന് സെപ്പിയ നല്ലൊരു മെഡിസിൻ ആണ്. തന്നെയല്ല വൈറ്റമിൻ ഇയും കൂടെ ഒരു സപ്ലിമെന്റും കൂടാണ്. അതുകൂടെ ആയതുകൊണ്ട് നമുക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടും ഈ ഒരു ഹെയർ ഗ്രോത്തിനായിട്ട്. ഇതിനും ഹെഡേക്കും മൈഗ്രെയിനും കാണുന്നുണ്ട്. പക്ഷേ ലാക്കസിസ് പോലല്ല, സെപ്പിയയ്ക്ക് മെട്രേജിയ, മെൻറേജിയ ഇങ്ങനെയുള്ള എല്ലാ കംപ്ലൈൻസും ഉണ്ട്. സിവിയർ ബ്ലീഡിംഗ് ഉണ്ട്, ക്ലോട്ട്സ് ഉണ്ടാകും, പെയിൻ ഉണ്ടാകും. ഇതെല്ലാം ഈ സെപ്പിയയ്ക്ക് ചേർന്ന് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് ആ പ്രൈമറി കംപ്ലൈൻസിൽ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ നമ്പർ 1 മെഡിസിൻ സെപ്പിയ തന്നെയാണ്. കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെഡിസിനാണ് സെപ്പിയ. ജോയിന്റ് സ്റ്റിഫ്നെസ് ഉണ്ട്, പാൽപിറ്റേഷൻ ഇവർക്ക് ശരിക്ക് അനുഭവപ്പെടും. അവർക്ക് BP ഒന്നും റൈസ് ആയിട്ട് കണ്ടില്ലെങ്കിലും വയലന്റ് ആയിട്ടുള്ള ഇന്റർമിറ്റന്റ് പാൽപിറ്റേഷൻ ഇവരിൽ ഒരുപാടായിട്ട് കാണും. റെക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇവരിൽ ഉണ്ടായിരിക്കും. ടിനിറ്റസ് ഇതെല്ലാം തന്നെ കവർ ചെയ്തു പോകുന്ന ഒരു മെഡിസിനാണ് ഈ സെപ്പിയ എന്ന് പറയുന്ന മെഡിസിൻ. അടുത്ത ഒരെണ്ണം ക്രിയോസോട്ടം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അത് പറഞ്ഞു. ക്രിയോസോട്ടം വളരെ വളരെ നല്ലൊരു മരുന്നാണ്. അതിന്റെ ഒരുപാട് മെഡിസിൻ ഒക്കെ കഴിഞ്ഞ തവണ ഒരു ഡോക്ടർ പ്രത്യേകം ചെയ്തു, ഹോമിയോപ്പതിയിലുള്ള എല്ലാ മെഡിസിനും കഴിച്ചിട്ടും ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പം ക്രിയോസോട്ടം കഴിച്ച് മാത്രമാണ് ആ ബ്ലീഡിങ് നിന്നത്. ശരിയാണ്. ക്രിയോസോട്ടത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിന്റെ ബ്ലഡ് എപ്പോഴും ഡാർക്കിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് റെഡ് ആയിരിക്കും. ബ്ലഡിന് ചേഞ്ച് ഉണ്ടോ, ഇച്ചിരി ബ്ലാക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിക്കുകയും ബൾവയിൽ എന്തെങ്കിലും ഒരു ഇച്ചിങ് ഉണ്ടോ, ആക്രിഡിറ്റി എപ്പോഴും ഇതിനുണ്ടാകുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിയോസോട്ടം തന്നെയാണ് ആ മെഡിസിന്. അത് കൊറോസീവ് ആയിരിക്കും എപ്പോഴും ആ ഡിസ്ചാർജ്. നമുക്ക് ആ ഇറിറ്റേഷനും വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും. സ്വെല്ലിങ് ഓഫ് ലേബിയ ഉണ്ടാകും, വയലന്റ് ഇച്ചിങ്ങും കാണും. അതുപോലെ ഈ ഒരു കംപ്ലൈന്റ്, ആ റെഡിഷ് അല്ല ബ്ലഡ് എന്ന് പറഞ്ഞാൽ ക്രിയോസോട്ടം കൊടുത്താൽ വളരെ വേഗം മെട്രേജി ആണെങ്കിലും മെൻറേജി ആണെങ്കിലും നമുക്ക് മാറിപ്പോകും. കാൽക്കേരിയ കാർബിന് പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയം നല്ലൊരു മെഡിസിനാണ്. കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിച്ചോണം. ആ കാൽക്കേരിയ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ പോട്ട് ബെല്ലി, അതുപോലെ തന്നെ തടിച്ച പ്രകൃതം, ക്രേവിങ്, അവരുടെ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ചോദിച്ചിരിക്കണം. എപ്പോഴും അവരുടെ ആ ക്രേവിങ് നേട്രമോറിന്റെ കേസിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും. എന്നാൽ ഇതുപോലെ സോൾട്ട് ക്രേവിങ് ലാക്കസിസിനും ഒക്കെ ഉണ്ട്. പക്ഷെ ലാക്കസിസിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ. അവരുടെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസും എടുക്കുക, കാൽക്കേരിയ കാർബിന്റെ ക്രേവിങ്സ് എടുക്കണം. സ്വീറ്റ്സും എഗ്ഗും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ചോദിച്ചറിയുക. വളരെയധികം സെഡൻഡറി ലൈഫായിരിക്കും. നെക്സോമിക്കയുടെ കാര്യം പറയുന്ന പോലെ തന്നെ എന്തും ചെയ്യാൻ ആ വണ്ണം പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാൻ വയ്യ എന്നുള്ളതല്ല, അവരുടെ സ്വഭാവം തന്നെ ഒരു മടിയുള്ള ഒരു പ്രകൃതമാണ് കാൽക്കേരിയ കാർബിനുള്ളത്. പേരൻസ് ഒക്കെ വരുമ്പോൾ തന്നെ കാൽക്കേരിയ കാർബ് അല്ലെങ്കിൽ മക്കളാണെങ്കിലും പറയും ഒന്നും ഇപ്പൊ ചെയ്യത്തില്ല, പഴയ പോലല്ല, സംസാരിക്കാൻ പോലും ചിലപ്പോൾ മടിയ എന്നൊക്കെ പറഞ്ഞു കളയും. കാൽക്കേരിയ കാർബിനും ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ആയിരിക്കും. സെക്കൻഡറി ലൈഫ് സ്റ്റൈലായിരിക്കും അവർക്കുള്ളത്. അവർ ഈ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് വരുന്ന ആൾക്കാരിൽ ഈ സിംറ്റംസൂടെ ബാക്കിയും കൂടെ ഉണ്ടെങ്കിൽ, അതായത് മടിച്ചി അവരായിരിക്കും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ക്രേവിങ്സ്, ഗ്യാസ്ട്രിക് കംപ്ലൈന്റും ചോദിക്കണം. അതുപോലെ ചിലർക്കാണ് കഫിങ് നേച്ചറും ഉണ്ട് ഈ ഒരു കാൽക്കേരിയ കാർബിന്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നാൽ കാൽക്കേരിയ കാർബ് കൊടുക്കാൻ വളരെ നല്ല ഒരു മെഡിസിനാണ് കാൽക്കേരിയ കാർബ്. സെപ്പിയയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പെൽവിസിന്റെ പ്രത്യേകത തന്നെയാണ് സംതിങ് പ്രൊട്രൂഡിങ് ഡൗൺ എന്നുള്ളത്. അവരെപ്പോഴും പറയും താഴോട്ട് എന്തോ പ്രസ് ചെയ്ത് പോകുന്ന പോലാണ്. അത് വെച്ച് നമുക്ക് സെപ്പിയ കൊടുക്കാൻ സാധിക്കും. ബെൽഡോണ നല്ലൊരു മരുന്നാണ്. ബെൽഡോണയ്ക്ക് വളരെ ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കും, പ്രൊഫ്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചൂട്, അവർ പറയും ദേഹം മുഴുവൻ ചൂടാണ്. അതുപോലെ തന്നെ പോകുന്ന ബ്ലഡും എന്തോ ചൂടുവെള്ളം പോലാണ് പോകുന്നതെന്ന് അവർ പറയും. ആ ഹീറ്റ് സെൻസേഷൻ ബെലഡോണയ്ക്ക് പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെൽവിസിനകത്ത് ഏതാണ്ട് ഫുൾനെസ് നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു എന്ന് ഈ ബെലഡോണക്കാർ ആ ഒരു കംപ്ലൈന്റൂടെ നമ്മളോട് പറയും. അതുപോലെ തന്നെ സഡൻ ഓൺസെറ്റ് ആണ് അവർക്ക്. സെൻസിറ്റിവിറ്റി ടു നോയിസും ലൈറ്റും എല്ലാം തന്നെ. ഈ സമയത്ത് അനങ്ങാതെ ഒരു റൂമിനകത്ത് ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആരും സംസാരിക്കുകയും വേണ്ട, നോക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ശബ്ദവും കേൾക്കേണ്ട, ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ ഒരു പ്രകൃതമാണ് ബെലഡോണയ്ക്ക് കാണുന്നത്. ബ്രൈറ്റ് റെഡ് ബ്ലഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒന്ന് ഫോസ്ഫറസും ആണ്, ഒന്ന് ബെലഡോണയുമാണ്.
ബെലഡോണയുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലുമാണ്, ഇറിറ്റബിലിറ്റി ഒരുപാടായിരിക്കും. ഫോസ്ഫറസിന് ഇറിറ്റബിലിറ്റി അങ്ങനെ ഇല്ല. ആ ഒരു വ്യത്യാസവും പിന്നെ ചോദിക്കുന്നതന്നെ നമ്മൾ വീണ്ടും വീണ്ടും എങ്ങനെയാണ് ബ്ലീഡിങ് ഒരുപാടുണ്ടോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നത് തന്നെ അവർക്ക് അധികം ഇഷ്ടമല്ല. പറഞ്ഞില്ലയോ എന്നൊക്കെ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ഡോക്ടറാണെന്നൊന്നും കരുതത്തില്ല, തിരിച്ച് പറയും. അതുപോലുള്ള ഇറിറ്റേഷനാണ് ബെൽഡോണ കാണിക്കുന്നത്. അവർക്ക് പെയിനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൈക്കോട്ടിക് നേച്ചർ ഉള്ളവർക്ക് ഈ മെനപ്പോസൽ ടൈമിൽ എപ്പോഴും തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഫൈബ്രോയിഡ് കാണും. ആ ഫൈബ്രോയിഡിന് വളരെ നല്ല മരുന്നാണ്. എനിക്ക് ഒരുപാട് ഫൈബ്രോയിഡ് കേസസ് കിട്ടിയിട്ടുണ്ട്. ടൂജയുടെ ഒരു ഹയർ പൊട്ടൻസി കൊടുത്തതിന് ശേഷം പ്രാക്സിനസ് അമേരിക്കാന എന്ന് പറയുന്ന ഒരു ടിഞ്ചറാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് ടോയ്സ് ഇൻ എ ഡേ ഒരു 3 monthsോളം കഴിച്ചോളാൻ പറയും. ഓരോ 3 months കഴിയുമ്പോഴത്തേന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ടും പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ടൂജയാണ് അതിന് കൊടുക്കുന്ന മെഡിസിൻ. ആ മെനപ്പോസലിന്റെ ടൈമിലാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഫൈബ്രോയിഡ്. ഭൂരിഭാഗം സൈക്കോട്ടിക് ആയിട്ടുള്ളവർക്കും ഫൈബ്രോയിഡ് ഇൻസൈഡോ ഔട്ട് സൈഡോ നമുക്ക് സബ്ന്യൂറൽ ആയിട്ടും കാണും, അകത്ത് എൻഡോമെട്രിയത്തിൽ കാണും. അപ്പൊ ഇതിന് രണ്ടിനും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആണ് തൂജ. അതിന്റെ കൂട്ടത്തിൽ പ്രാക്സിനസ് അമേരിക്കാന, ബ്ലീഡിങ് പെട്ടെന്ന് ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ബ്ലീഡിങ് വളരെ വേഗം നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഇത് രണ്ടെണ്ണം. അതുപോലെ തന്നെ സബേനയ്ക്ക് ഹെവി ബ്ലീഡിങ്ങും ബ്രൈറ്റ് റെഡ് ബ്ലഡും ആയിരിക്കും. മിക്സ്ഡ് വിത്ത് ഡാർക്ക് ക്ലോട്ട്സ് ഒരുപാട് സബേനയ്ക്ക് ഉണ്ടാകും. ഈ ക്ലോട്ട് ഒരുപാടുണ്ടെങ്കിൽ ഈ ബെലഡോണയ്ക്കും ബ്ലീഡിങ് പ്രൊഫ്യൂസ് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് ആയിരിക്കും. പക്ഷെ സബേനയായിട്ടുള്ള വ്യത്യാസം വരുമ്പോഴത്തേന് ഡാർക്ക് ക്ലോട്ട്സ് ഒരുപാടായിട്ട് കാണും. സബേനയില് പെയിനും ഉണ്ടാകും. ഈ സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു സംഭവം ആണ് സിസ്റ്റ് ഫോർമേഷൻ. ഓവറീസ് ഉള്ള സിസ്റ്റും അതുപോലെ തന്നെ ഫൈബ്രോയിഡും, ഇത് രണ്ടും മെനപ്പോസിനോട് ചേർന്ന് കാണാം. ഇന്നത്തെ കാലം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഡോക്ടറുടെ അഡ്വൈസ് കൂടാതെ തന്നെ അവർ പെട്ടെന്ന് സ്കാൻ ചെയ്യിക്കും. അപ്പൊ ഈ സ്കാനിങ് റിപ്പോർട്ടിനകത്ത് നമുക്ക് ഇത് രണ്ടും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് രണ്ടും നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്ലീഡിങ് ഒരുപാടുണ്ടാകും, പെയിനും ഉണ്ടാകും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ആ സൈക്കോട്ടിക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഈ രണ്ട് സമയത്ത്, അതായത് ഫൈബ്രോയിഡിന്റെ സിസ്റ്റിന്റെ സമയത്ത് കൊടുക്കുന്ന തൂജയാണ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ. ലോവർ ബാക്ക് ടു പ്യൂബിക് ഏരിയയിലേക്ക് ഈ സബേനയുടെ അവര് എപ്പോഴും പറയും മേളിൽ മുൻഭാഗത്തോട്ടാണ് ആ പെയിൻ വരുന്നത്, ബാക്കിൽ നിന്നുള്ള കാര്യം സബേന പറയും. മോഷൻ, അനങ്ങിയ മോഷനിലാണ് അവർക്ക് കൂടുതലും ക്ലോട്ട്സ്. ഒന്ന് അനങ്ങിയാല് അവര് അത്, ഞാൻ കൊളോക്കിയലി ലേഡീസ് പറയുന്ന ഒരു കാര്യമാണ്, ഒന്ന് അനങ്ങാൻ പറ്റത്തില്ല, ക്ലോട്ട്സ് ചാടിയാണ് ക്ലോട്ട്സ് വരുന്നത്, ഇങ്ങനെ അവര് പറയാറുണ്ട്. അതിന് സബേന കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ ഫോസ്ഫറസിന് ഹെവി ഫ്ലോ ആയിരിക്കും. അവർക്ക് എപ്പോഴും തണുപ്പ് ഒരുപാട് വേണം ഫോസ്ഫറസിന്, കാരണം ചുട്ടുപൊള്ളൽ കൂടുതലാണ്. എപ്പോഴും തന്നെ ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുകയൊക്കെ ചെയ്യും. തണുത്തത് കുടിക്കാൻ കൊടുക്കണമെന്ന് അവർ പറയും. ആങ്ഷ്യസ് ആയിരിക്കും അവര്. ഇതുപോലെ തന്നെ ബ്രൈറ്റ് റെഡ് ആയിട്ട് ബ്ലീഡിങ്ങും കാണാൻ സാധിക്കും. സിനിസിഫ്യൂഗ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇറഗുലർ ആണ്. മോർ ദ ഫ്ലോ മോർ ദ കംപ്ലൈന്റ് ആണ് സിനിസിഫ്യൂഗയ്ക്ക് ഉണ്ടാകുന്നത്. കംപ്ലൈന്റ് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ അത്രയും കുറഞ്ഞിരിക്കും. ഫ്ലോ കൂടും തോറും ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും. മൂഡ് സ്വിങ് ശരിയായിട്ട് കാണാം, ശരിക്കും ഇവരിൽ കാണാം. ഉദ്ദേശിക്കാതെ അവർ ഡിപ്രഷനിലോട്ട് പോവുകയും ചാടി എഴുന്നേറ്റ് സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയും അത് മൂഡ് ചേഞ്ച് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സിനിസിഫ്യൂഗയ്ക്ക്. മിലിഫോളിയം ബ്രൈറ്റ് റെഡ് ബ്ലീഡിംഗ് ആണ്, പ്രൊഫ്യൂസ് ആയിരിക്കും, വീക്ക്നെസ് ഒരുപാടുണ്ടായിരിക്കും. ഈ വീക്ക്നെസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചൈന ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് നമുക്ക് അത് പ്രത്യേകിച്ച് മെനപ്പോസൽ എന്ന് പറഞ്ഞു കൊടുക്കണ്ട, എല്ലാവർക്കും തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ബ്ലഡ് ഒരുപാട് ലോസ് ആയി പോകും. അതുപോലെ ആ സമയത്ത് ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് ചൈന നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് തിരിച്ച് ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന മെഡിസിനാണ് ചൈന. അതുപോലെ നക്സോമിക്കയുടെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്, ഒരു ഹോമിയോപ്പതി ഡോക്ടർ തന്നെയാണ് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് എല്ലാ മെഡിസിനും, കഴിഞ്ഞ ദിവസം ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മെറ്റിയ മെഡിക്കയുടെ ഭൂരിഭാഗം മെഡിസിൻസും കഴിച്ചു നോക്കി ബ്ലീഡിങ് നിൽക്കത്തില്ല. ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഏതൊക്കെയാ മെഡിസിൻ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരു 10-15 മരുന്ന് കഴിച്ചതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന മെഡിസിൻസ് എല്ലാം തന്നെ കവർ ചെയ്ത് പോയിരിക്കുകയാണ്.
വീണ്ടും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി സംസാരത്തിനിടയില് എന്നോട് പറഞ്ഞത് ഇതാണ്, അങ്ങ് ഒന്ന് ഛർദ്ദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സംഭവത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ, എനിക്ക് ഒന്ന് ഛർദ്ദിച്ചോളാഞ്ഞ് വയ്യ, വിരല് വരെ ഞാൻ വായിക്കകത്തിട്ട് നോക്കി, എനിക്ക് അങ്ങ് ഛർദ്ദിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ ഒരൊറ്റ സിംറ്റം പറഞ്ഞുകൊണ്ട് നക്സോമിക്ക കൊടുത്തു 1 ഡോസ്. ആ ബ്ലീഡിങ് അങ്ങ് നിന്ന്. സെക്കൻഡ് ഡേ ആയപ്പോ പീരീഡ്സ് മറ്റേത് എന്നോട് പറഞ്ഞത് ½ ഇടവിട്ട് എനിക്ക് പാടുകൾ ചേഞ്ച് ചെയ്യണമെന്നാ പറഞ്ഞത്. ഈ ഒരു ഡോസ് നെക്സോമിക്ക ചെന്നതിന് ശേഷം സെക്കൻഡ് ഡേ തന്നെ ആ ബ്ലീഡിങ് ഇല്ലാതാവുക ചെയ്തത്. അപ്പം ഞാൻ ഒന്നും ബ്ലീഡിംഗ് എന്നോ മെനപ്പോസൽ എന്നോ ഒന്നും ചിന്തിച്ചില്ല. നക്സോമിക്ക ഒരു മെയിൽ ക്യാരക്ടേഴ്സ് കൂടുതൽ കാണിക്കുന്ന ഒരു റെമഡിയാണ്. പക്ഷേ എന്തോ ഈ ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ പറഞ്ഞപ്പോഴാണ് അതുപോലെ എപ്പിക്കാക്കിനും ആ വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം ഒരുപാട് മെഡിസിൻസും കൂടെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് നെക്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു മെഡിസിന്റെ ഒരു ബാഡ് എഫക്റ്റോ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ആ ഒരു അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് എവിടെങ്കിലും ക്യൂറിങ്ങിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന നെക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചാണ് നെക്സ് കൊടുത്തത്. ഇല്ലെങ്കിൽ എപ്പിക്കാക്കും അതിൻ്റെ അകത്ത് പെടും, ഈ ന്യൂസിയ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്. അങ്ങനെ അവർക്ക് പെട്ടെന്ന് അത് നിന്നു. അതുകൊണ്ട് ഇന്ന റെമഡി എന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കണ്ട. ഡോക്ടറെ കേട്ടില്ല ഞാൻ. വണ്ണമാ കൊടുത്തത്. നെക്സോമിക്കയുടെ വണ്ണം പൊട്ടൻസി ഒറ്റ ഡോസേ കൊടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കൂടെ നോക്കിയാ കൊടുത്തത്. പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിന്ന് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മെഡിക്കേഷൻസ്, അത് ഹോമിയോപ്പതി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഏതും കഴിച്ചേച്ച് വരുന്നവർക്ക് നെക്സ് ഒരു ഡോസ് കൊടുത്താൽ നമുക്ക് തന്നെ അറിയാം അവരിൽ വരുന്ന ആ മാറ്റം എന്താണെന്ന്. മെനോറോജിയയ്ക്ക് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ക്രോക്കസ് സറ്റൈവസ് എന്ന് പറയുന്ന മെഡിസിന്. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആയിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ക്രോക്കസ് സറ്റൈവസ് എന്ന് പറയുന്നത്. ത്രെഡ് നമുക്കറിയാം, നൂല് പോലെ ഇങ്ങനെ ഹൈഡ്രാസ്റ്റിസിന്റെ സിംറ്റംസ് പറയുന്നത് പോലെ തന്നെ ലോങ് ത്രെഡ് ആണ് ഹൈഡ്രാസ്റ്റിസിന്. മൂക്കിനകത്തൂടാണേലും ഒക്കെ അവർ പറയുന്നത് പോസ്റ്റ് നേസൽ ഡിസ്ചാർജ് വരുന്നതും അതുപോലെ തന്നെയാണ് ഇതിന്റെ ലോങ് ത്രെഡ് പോലെ വാഷ് ചെയ്താലും ത്രെഡ് പോലെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് ക്രോക്കസ് സറ്റൈവസ് എന്ന് പറയുന്നത്. വളരെ വീക്കായിരിക്കും ഈ പേഷ്യൻസ്. അതുപോലെ എറിജിറോൾ എന്ന് പറയുന്ന മെഡിസിന് ഇതെല്ലാം തന്നെ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ബ്ലീഡിങ് ഡാർക്ക് ആയിരിക്കും, പ്രൊഫ്യൂസ് ആയിരിക്കും, ബേണിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ്, ഒരു സിംറ്റം ആണ് ഇതിന് പറയുന്നത്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര ബേണിങ്, അതുപോലെ തന്നെ രക്തത്തിലും അതേ ഇറിറ്റേഷൻ. അവരത് ആ ഒരു കാര്യം കൊണ്ട് അവർക്ക് നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും യൂറിൻ പാസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ബേണിങ് സെൻസേഷൻ, രക്തത്തിലും ബേണിങ് സെൻസേഷൻ ആണ്, ബ്ലീഡിങ് പ്രൊഫ്യൂസ് ആയിരിക്കും. ഇങ്ങനൊക്കെ ആ ഇറിറ്റേഷനും കൂടെ പറയുന്ന ആൾക്കാർക്ക് എറിജിറോൺ എന്ന് പറയുന്ന മെഡിസിൻ വളരെയധികം ഫലപ്രദമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഫെറമറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫെറമറ്റ് പറയാൻ കാരണം അനീമിക് ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന സിവിയർ ബ്ലീഡിങ്ങിന് ഫെറമറ്റ് ആണ് ഇമ്പോർട്ടന്റ്. ഈ ബ്ലീഡിങ് ഒക്കെ പോയി ഒരുപാട് ബ്ലഡ് ബോഡിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ അനീമിക്കാം, എന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നൊരു സ്റ്റേജ് ആണെങ്കിൽ ഫെറമറ്റ് നമ്മളെ വളരെയധികം അനീമിയയിൽ നിന്നുമുള്ള ബ്ലീഡിങ്, അനീമിക് ആകുമ്പോഴത്തേനും ബ്ലീഡിങ് കൂടും. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഫെറമറ്റ്. അത് ഒഴിച്ച് കളയാനേ പറ്റത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു കണ്ടീഷനിൽ വരുന്ന ആൾക്കാർക്ക് 1 ചൈന 2 ഫെറമറ്റ്. അതുകൂടെ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ലാക്കസസ് പേഷ്യന്റ് ആണെന്നിരിക്കട്ടെ, ഹയർ പൊട്ടൻസി ഒരെണ്ണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ലാക്കസസ് കൊടുക്കണം. കൊടുത്തതിന് ശേഷം അവർക്ക് നമുക്ക് ടോയ്സിനിടെയോ ആയിട്ട് ഈ ഫെറമറ്റും, അത് ചൈന പിന്നെ ഇന്റർകറന്റ് ആയിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു ഡോസ് പിന്നെ കൊടുത്താലും മതി. പക്ഷെ ഫെറമറ്റ് ടോയ്സിനെ ഡേ അവർക്ക് ഒരു 1 വീക്കെങ്കിലും കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം പോയ അനീമിയ എന്ന് പറയുന്ന അവസ്ഥയും കൂടെ നമുക്കത് മാറിക്കിട്ടും. അതുകൊണ്ട് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ കൂടെ ഈ ഒരു ബ്ലീഡിങ് കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയുന്നവർക്ക് നമ്മൾ ഫെറമറ്റ് എപ്പോഴും കൊടുക്കാനായിട്ട് അത് മറക്കണ്ട. വളരെ പെട്ടെന്ന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും, ഹെൽത്ത് തിരിച്ചു കിട്ടും, അനീമിയ എന്നുള്ള അവസ്ഥ മാറിക്കിട്ടും. അതും കൂടെ പൊട്ടൻസി എന്ന് പറയാം. സൈക്ലാമൻ ഇത് ഫെറമറ്റ് ഏതാ കൊടുക്കുന്നത്? ഫെറമറ്റ് 200 ടോയ്സിനെ ഡേ 200 ടോയ്സിനെ ഡേ കൊടുത്താൽ അത് നന്നായിരിക്കും. സൈക്ലാമൻ ചൈന 200 ആണ്. ചൈന 200 ആണ്. 200 പൊട്ടൻസി. സൈക്ലാമൻ എന്ന് പറയുന്നത്
പൾസാറ്റിലേവായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് സൈക്ലാമിൻ എന്ന് പറയുന്നത്. സിംറ്റംസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പൾസാറ്റിലെ നമ്മൾ മെനപ്പോസൽ ഏജിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. അതിന്റെ മെന്റൽ കംപ്ലൈൻസ് ഒക്കെ വളരെയധികം അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞു കള്ളക്കരച്ചിലാണെന്ന്. എനിവേ നന്നായിട്ട് കരയുന്ന ഒരു കൂട്ടരാണ് ഈ പൾസാറ്റില എന്ന് പറയുന്ന ആൾക്കാർ. അത് അതുപോലെ തന്നെ സൈക്ലാമിന് സിമിലർ ആണ് കംപ്ലൈൻസ്. അവർക്ക് ബ്രസ്റ്റിന് വളരെ ടെൻഡർനെസ്, നമ്മൾ ഈ പീരിയഡ്സിന് മുമ്പും ഒക്കെ ആണേലും ഭൂരിഭാഗം ആൾക്കാരും കംപ്ലൈൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്ന കാര്യം. മെനപ്പോസൽ ടൈമിൽ ആ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ പോലും ബ്രസ്റ്റിന് നിൽക്കുന്ന പെയിനും, ചിലർക്കാണെങ്കിൽ മിൽക്കി ഡിസ്ചാർജ് ചിലപ്പോൾ വരും. ഇതിനൊക്കെ ഈ സൈക്ലാമിൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബ്രസ്റ്റ് കംപ്ലൈന്റ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ എൻലാർജ്മെന്റ് ഓഫ് ബ്രസ്റ്റ്, ഈ സമയത്ത് മറ്റേത് ശരീരം വണ്ണം വെച്ചാൽ പോലും ബ്രസ്റ്റ് വലുതാകാത്ത ലേഡീസ് ഉണ്ട്. ഈ പീരീഡ്സിന്റെ സമയത്ത് ആ ഒരു ഈസ്ട്രോജന്റെ ലെവലിന്റെ ആ വ്യത്യാസം വരുമ്പം എല്ലാവരിലും തന്നെ എന്ന് വേണേൽ പറയാം ബ്രസ്റ്റ് ആണ് കൂടുതലായിട്ട് തന്നെ എല്ലാ ഒരു ഫേം എന്ന് പറയുന്ന അവസ്ഥ പോയിട്ട് അങ്ങ് ലൂസ് ആയിട്ട് പോകും. മസിൽസ് എല്ലാം തന്നെ ലൂസ് ആകുമല്ലോ. അപ്പൊ തന്നെ എൻലാർജ്മെന്റ് ഫീൽ ചെയ്ത് ലാർജ് സൈസിലേക്ക് മാറുന്നതായിട്ട് എല്ലാവരും തന്നെ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്രോട്ടാലസ് ഹൊറിഡസ് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ക്രോക്കസ് സറ്റൈവസ് പറഞ്ഞത്. ക്രോട്ടാലസ് ഹൊറിഡസ് ക്രോട്ടാലസ് ഹൊറിഡസ് കൊണ്ട് അത് ഡിലേഡ് പീരീഡ്സ് ആയിരിക്കും. അതായത് നമ്മളുടെ ലാക്കസിസ് പോലെ തന്നെ അമിനോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇതിന് കാണുന്നത്. ബ്ലഡ് തിന്നും ഡൈല്യൂട്ടഡും ആയിരിക്കും. അതും ഈ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കൊടുക്കാൻ നിൽക്കാതെ ഇന്റർകറന്റ് ആയിട്ടുള്ള, ഇപ്പൊ ലാക്കസിസ് ആണെന്നുണ്ടെങ്കിൽ ക്രോട്ടാലസ് ഹൊറിഡസും ടോയ്സിനിടെയോ വൺസിനിടെയോ 200 ഒരു പൊട്ടൻസി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അതിന്റെയൊക്കെ സിംറ്റംസ് ഏകദേശം സിമിലർ ആയിട്ട് തന്നെ വരുന്ന രണ്ട് മെഡിസിൻ ആണ് ഇത് രണ്ടും. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഫ്രാക്സിനസ് അമേരിക്കയെ കുറിച്ച്. അത് നല്ലൊരു മെഡിസിൻ ആണ്. അതും പ്രത്യേകിച്ചും സൈക്കോട്ടിക് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർക്ക് ഫ്രാക്സിനസിന്റെ ടിഞ്ചറാണ് കൊടുക്കേണ്ടത്. ടോയ്സിനയുടെ കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തൂജയുടെ ഒരു ഹയർ പൊട്ടൻസിയും കൂടെ കൊടുത്താല് എന്തൊക്കെയാണോ കംപ്ലൈൻസ്, ക്രാമ്പിങ് പെയിൻ ഉണ്ടെങ്കിലോ ബ്ലീഡിങ് ഉണ്ടെങ്കിലോ ഇതൊക്കെയാണെങ്കിലും കവർ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതുപോലെ ആങ്ഷ്യസ് ആയിരിക്കും, ഡിപ്രഷൻ ലെവലിലുണ്ടാകും, നെർവസ് റെസ്റ്റ്ലെസ്നെസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് റെമഡിയാണ്. അതിന് നമ്മൾ വേറെ ഒരു സിംറ്റംസോ വേറെ ഒന്നും നോക്കണ്ട, ഇത് മാത്രം കൊടുത്താൽ മതി. ഒരു പേഷ്യന്റിന്റെ അടുത്ത് മൾട്ടിപ്പിൾ ആയിരുന്നു, അവർക്ക് കുഞ്ഞു ഫൈബ്രോയിഡ് യൂട്രസ് നിറച്ച് ഉണ്ടായിട്ട് 3 months കഴിഞ്ഞ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഒരു ഫൈബ്രോയിഡ് പോലും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫ്രാക്സിനസ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഏതൊരു മെഡിസിന്റെ ബാക്കി ഏതൊരു പൊട്ടൻസി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ കൂടെ ടോയ്സിനയുടെ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ്. പിന്നെ സബേന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ലഡം ആൻഡ് പ്ലാറ്റിന. ലഡത്തിനും പ്ലാറ്റിനയ്ക്ക് പിന്നെ ഒരുപാട് ഫീമെയിൽ കംപ്ലൈൻസ് ഒരുപാടുള്ളതും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒരുപാടുള്ള ഒരു വ്യക്തിയാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവ് ആണ് ആ ഒരു പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇവർക്കും ലിബിഡോ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ലേഡിയാണ്. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഇവരെ അലട്ടും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൂടുതൽ മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയും കൂടെ ചെയ്താലേ വിത്ത് മെഡിസിന്റെ കൂടെ പെട്ടെന്ന് അതിന്റെ എഫക്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. എപ്പിക്കാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എപ്പിക്കാക്കും നക്സോമിക്കയുമാണ് നോസിയ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും പീരീഡ്സിന് മുമ്പും പീരീഡ്സിന്റെ ടൈമിലും ഒക്കെ തന്നെ ഈ നോസിയ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ടാകുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അവർക്കൊക്കെ തന്നെ വിശപ്പ് കുറയുക, വോമിറ്റിംഗ് സെൻസേഷൻ, ഇത് രണ്ടുമാണ് അവരിൽ നിൽക്കുന്നത്. പലരും വോമിറ്റ് ചെയ്യുകയും ചെയ്യും പെയിൻ ഒക്കെ ഉള്ളവര്. അപ്പം വോമിറ്റിംഗ് സെൻസേഷൻ പറഞ്ഞാൽ 2 മെഡിസിൻ ആണ് നമ്മൾ ഇതിന്റെ കേസിൽ ഓർക്കേണ്ടത്. ഒന്ന് നക്സ്, ഒന്ന് എപ്പിക്കാക്ക്. പിന്നെ എപ്പിക്കാക്കിന് ഈ പറഞ്ഞ പോലെ ടങ് അവർക്ക് വളരെ ക്ലീൻ ആയിരിക്കും. നക്സോമിക്കയ്ക്ക് അത്രമാത്രം ടങ്ങിന് ഒരു ചെറിയ വൈറ്റിഷ് കോട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഇത് രണ്ടും നോക്കി നമുക്ക് വേണേൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആഴ്സനിക്കത്തിന് പറയുന്നുണ്ട്, സിവിയർ ബ്ലീഡിംഗ് ആണ് ആഴ്സനിക്കത്തിന് പറയുന്നത്. അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിയാൽ നമുക്ക് കാൽക്കേരിയ ആണെങ്കിലും ബെൽഡോണ ആണെങ്കിലും ചൗമല, ചൈന, ഫെറമെറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഫെറമെറ്റ് എപ്പോഴും തന്നെ കൊടുക്കേണ്ട ഒരു റെമഡിയാണ്. ഹമാമെലിസ്, നക്സോമിക്ക, പ്ലാറ്റിന, ഇതെല്ലാം തന്നെ ഒരുപാട് റെമഡീസ് നമുക്ക് ഇതിന് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഈ സമയത്ത്, അതായത് മെട്രോയിഡിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. ക്രോക്കസ് ഞാൻ പറഞ്ഞതാണ്. ഫങ്ഷണൽ മെനോറേജിയാണ് ഇതിനുണ്ടാകുന്നത്.
ബ്ലാക്കിഷ് ആയിരിക്കും ക്രോക്കസിന്റെ ബ്ലഡ്. സബേന ഞാൻ പറഞ്ഞിരുന്നു. ഈ ലഡം പറഞ്ഞത് എന്തിനായിരുന്നു? നക്സോമിക്കാട് ലഡം ലഡവും പ്ലാറ്റിനായും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മെഡിസിൻ ആണ്. പ്ലാറ്റിനയുടെ ഞാൻ പറഞ്ഞില്ല, അവരുടെ മെന്റൽ കണ്ടീഷനാണ് കൂടുതലും നോക്കേണ്ടത്. ലഡം ലഡത്തിൻ്റെത് പെയിൻ ഞാൻ പറഞ്ഞില്ലേ, മസ്കുലർ പെയിനൂടെ, അതായത് പ്രത്യേകിച്ച് തൈ റീജിയണിലുള്ള മസിൽസിന്റെ പെയിനിന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു സംഭവമാണ് ലഡം എന്ന് പറയുന്ന മെഡിസിൻ. ലഡപ്പാൽ അതിന്റെ ബ്ലീഡിങ്ങും ഉണ്ട്, അതിന് മെട്രേജിയായും മെൻറേജിയായും ഒക്കെ കവർ ചെയ്ത് പോകുന്നതാണെങ്കിലും ആ ഈ ബ്ലഡ് കൂടുതലായിട്ട് പോകുന്ന അവസരത്തിൽ പെയിൻ കൂടുതൽ അവർ പറയുന്നത് രണ്ടു കാലും കഴച്ചു പോകുന്നത് പോലെ, രണ്ടു കാലും വിട്ടുപോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു കളയും. ആ സമയത്ത് നമുക്ക് ലഡവും കൂടെ ചേർത്ത് കൊടുക്കാൻ സാധിക്കും. ലഡത്തിന് ഈ മസ്കുലർ പെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത്, അതുകൊണ്ടാണ് ഈ മെനപ്പോസലായിട്ടൊക്കെ ഇരിക്കുന്നവരുടെ ദേഹത്തൊക്കെ നമ്മൾ പിടിക്കുകയോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളവർ ഓടി ഓടി വന്ന് അമർത്തി പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു അടിക്കുകയോ ഒക്കെ ചെയ്താൽ അവർ പെട്ടെന്ന് ആ ദേഷ്യപ്പെടുന്നതിന്റെ കാരണം അവരുടെ ആ മെന്റൽ കണ്ടീഷൻ ഇതേ തരത്തിൽ അവർക്ക് പെയിൻ ഉണ്ട് പലയിടത്തും, ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ ആ തിരിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർ അത് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ ആ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയും കൂടെ വളരെയധികം പരിശ്രമിക്കേണ്ടതാണെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. എന്നാലേ നല്ല രീതിയിൽ ആ ഒരു ഫാമിലി ലൈഫ് പോകത്തുള്ളൂ. ഡോക്ടറെ ഒരുപാട് പേർക്കും അവരുടെ അനുഭവങ്ങൾ ഒരുപാട് പറയാൻ, കാരണം സത്യത്തില് 3 ക്ലാസ് കൊണ്ടൊന്നും തീരത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മെനോപോസൽ ടൈം. 5 മിനിറ്റേ ഉള്ളൂ. ഇനി അടുത്ത വ്യക്തമല്ല ഡോക്ടർ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഇതിന്റെ വേണ്ട, ഇതിപ്പോ ഒരു 3 ക്ലാസ് കൊണ്ട് തീരട്ടെ. ഇതിപ്പോ 3 സെഷൻ കൊണ്ട് തീരട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ പല കേസിന്റെ കൂട്ടത്തിലും പറയേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം ഇത് ഞാൻ അത് കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഓർത്തതാണ്. മറ്റുള്ളവരെയും കൂടെ, അതായത് വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനെയും കൂടി ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരൂടെ വരേണ്ടതാണ്. അപ്പൊ ഈ ഒരു അവസരം അതിന് കിട്ടിയതിൽ വളരെയധികം നന്നായി, അതുകൂടെ പറയാൻ സാധിച്ചതിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡോക്ടേഴ്സിന് ഒരുപാട് അനുഭവങ്ങൾ കാണും, അതുകൂടെ അവരുടെ കാര്യം കൂടെ പറഞ്ഞാൽ അത് വളരെ പ്രയോജനമായിരിക്കും കേട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക്. അതിന് സമയമാകാറില്ലേ? നന്ദി ഡോക്ടറെ, വളരെ വിശദമായിട്ട് എല്ലാ വിഷമങ്ങളും ആർത്തവ വിരാമകാലത്തുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും ഡോക്ടർ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. കാരണം ആർക്കും സംശയം വരാൻ കാര്യമില്ല, കാരണം അതുപോലെ വിശദമായിട്ടാണ് ഡോക്ടർ എല്ലാ കാര്യങ്ങളും ഈ 3 ക്ലാസ് കൊണ്ട് തന്നിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാനോ അല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യാം. രമാദേവി മാഡം ഇല്ലേ? പറയാം ഡോക്ടറെ. തന്നെയല്ല നമ്മുടെ സമയം ഇച്ചിരി മുമ്പോട്ടൂടെ നീക്കി വെച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്ക് ഉറങ്ങണമെന്ന് തോന്നുന്നു. 1-2 ഡോക്ടേഴ്സിനോട് പറയുകയും ചെയ്തു ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം. 9:30 മുതൽ 10:30 വരെ ആക്കിയില്ലേ നമ്മുടെ ടൈം. അപ്പൊ ഭൂരിഭാഗം ആൾക്കാർ. മാഡം അഭിപ്രായം കേക്കാം. പ്രീത വളരെ നന്നായിരുന്നു. എന്താ പറയണേ, ഒരു ജെറ്റ് പോലെയാണ് പോയിക്കൊണ്ടിരുന്നതെന്നേ ഉള്ളൂ. ഒന്നും ശരിക്കും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എല്ലാം മനസ്സിൽ കൊള്ളുന്ന വിധത്തില് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രീത, ഈ നക്സോമിക്കയും ഇപ്പിക്കോക്കും തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നക്സോമിക്കയുടെ ടങ് കോട്ടഡ് ആയിരിക്കും, ഇപ്പിക്കോക്കിന്റെ ക്ലീൻ ടങ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഞാൻ പറഞ്ഞു ഡോക്ടറെ അതാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ വളരെ നന്നായിട്ടുണ്ട്. ഇനിയും വരിക. ഓക്കെ, താങ്ക് യു മാഡം. ഇനി നമുക്ക് 2 മിനിറ്റും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. എന്തായാലും വളരെ ഗംഭീരമായ സെഷൻ തന്നെയായിരുന്നു. കാരണം 3 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് അങ്ങ് നിർത്താത്ത രീതിയിൽ അങ്ങ് പോയിക്കോ. അതായത് ഒരു ദിവസം മുഴുവൻ
പറയാനുള്ള ഒരു വിഷയം ആണ് ഇതെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഡോക്ടർ അത് അവതരിപ്പിച്ചത്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, അത് ഡോക്ടർ തന്നെ സൂചിപ്പിക്കേണ്ടായി. എന്തായാലും ഇത്രയും മനോഹരമായി ഈ ഒരു സെഷൻ വേറെ ആർക്കും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു സെഷനായിരുന്നു. അഭിനന്ദനങ്ങൾ. നക്സോമയ്ക്കയുടെ താങ്ക് യു സാർ. കാര്യമൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചത് വളരെ നന്നായി. കാരണം നമ്മൾ ആണുങ്ങളാണെങ്കിൽ പോലും നക്സോമയെ കുറിച്ച് നക്സോമിക്കയെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ടുള്ള ചിന്തകളായിരുന്നു എപ്പോഴും. പക്ഷെ അതല്ല, നമ്മൾ ഹോമിയോപ്പതി ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രിജുഡിസ് ആകാൻ പാടില്ല എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഡോക്ടർ. നന്ദി ധനേഷ് ഡോക്ടറെ. ഡോക്ടർക്ക് ഒരു നന്ദിയും കൂടെ ധനേഷ് ഡോക്ടർ ഒരു നന്ദിയും കൂടെ പറയുമോ? തീർച്ചയായും നമ്മുടെ ഈ IMBSന്റെ വേദിയിൽ നമ്മൾ ബുക്ക് പറയുമ്പോൾ തന്നെ ഞാനൊരു ദിവസം വരാം എന്ന് പറയുകയും ആ ദിവസം ഡോക്ടർ തന്നെ മുൻകൂട്ടി അറിയിക്കുകയും അതനുസരിച്ച് കൃത്യമായിട്ട് സമയത്ത് നേരത്തെ എത്തുകയും വളരെ ഗംഭീരമായ അവതരണ ശൈലി കൊണ്ട് തന്നെ നമ്മളെല്ലാം പിടിച്ചിരുത്തുകയും ചെയ്യുന്ന ഡോക്ടർ പ്രീത ഉണ്ണിയെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. IMBSന്റെ പേരിലും എൻ്റെ പേരിലും കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തു തന്ന് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇനിയും അടുത്ത വിഷയവുമായിട്ട് വീണ്ടും ക്ലാസ് എടുക്കാനായിട്ട് എത്തണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ 1454 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. നാളെ നമ്മോടൊപ്പം ഒരു പുതിയ അതിഥിയാണ് എത്തുന്നത്. ഡോക്ടർ നിശാന്ത്, ലേഡി ഡോക്ടറാണ്. കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇതാണ് നാളത്തെ ഒരു അറിയിപ്പ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.